ഇപ്പൊ ജോയിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് എത്ര ടൺ മാലിന്യമാണ് അവിടെ നിന്ന് നീക്കിയത്? അപ്പൊ ഇവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ, ഇവര് ചെയ്തില്ല. കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ സംഘർഷമുണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാക്കേണ്ടത് സർക്കാരല്ലേ? സർക്കാർ അവിടെ നോക്കുകുത്തിയായി നിന്നു. സംസ്ഥാനത്തുടനീളം ഈ മാലിന്യ നീക്കം സ്തംഭിച്ചു. അതിന്റെ ഭാഗമായി വ്യാപകമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. അവര് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കുന്ന രീതിയിലാണ് മറുപടി പറയുന്നത്. നമ്മൾ അതല്ലല്ലോ പറയുന്നത്. നമ്മൾ ഏത് വ്യക്തിയാണ് ആ കസേരയിൽ ഇരിക്കുന്നതെന്ന് അല്ലല്ലോ വിഷയം. ഒരു പൊസിഷനിൽ നമുക്ക് അവരോടല്ലേ പറയാൻ പറ്റുള്ളൂ, നമുക്ക് ഗവൺമെന്റിനോടല്ലേ പറയാൻ പറ്റുള്ളൂ. അവര് പറയുന്നത് ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഒരു കുഴപ്പമില്ല എന്നാണ് നിയമസഭയിൽ പറഞ്ഞത്. നമ്മളെല്ലാം മോശമായിട്ട് ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ രീതിയിലാണ് മറുപടി പറഞ്ഞത്. യാഥാർത്ഥ്യം അതല്ലല്ലോ. ഞങ്ങൾ നന്നായി ഹോംവർക്ക് ചെയ്ത് പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകളുമായി വിശദമായ ചർച്ച നടത്തിയതിനു ശേഷമാണ് അത് കേരളത്തിന്റെ ഫോക്കസിൽ കൊണ്ടുവരാൻ ഉത്തരവാദിത്തത്തോടുകൂടി ഞങ്ങൾ ചെയ്ത്. അതിനോടുള്ള അവർ കൊടുത്ത മറുപടി നിങ്ങൾ ശ്രദ്ധിക്കും. ഇന്നിപ്പോ എന്താ ഈ സ്ഥിതി? ഈ രണ്ട് കാര്യങ്ങളും ഞങ്ങൾ ഗൌരവത്തോടുകൂടി പറഞ്ഞ കാര്യങ്ങളാണ്. നഗരസഭ എന്നുള്ള നിലയിൽ പറയേണ്ട കാര്യങ്ങൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനീയനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അദ്ദേഹം തന്നെ ഇന്നലെ ചില കാര്യങ്ങൾ പറഞ്ഞു, ഇന്നും അദ്ദേഹം പറയും. നമുക്ക് ഒരു കാരണവശാലും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു പ്രവണതയല്ല. ഇപ്പൊ നമ്മൾ 2 ദിവസങ്ങളായി നമ്മൾ പൂർണ്ണമായി അവിടെ ഉണ്ടല്ലോ. ആ പ്രവണതകളൊന്നും മാറ്റി നിർത്താൻ കഴിയാത്തതാണ്. അതിൽ ആരൊക്കെയാണോ ഇടപെടേണ്ടത്, അതിൽ നഗരസഭ ഒരിക്കലും നഗരസഭയുടെ ഉത്തരവാദിത്തം മാലിന്യ സംസ്കരണ നമ്മൾ വിഡ്രോ ചെയ്യുന്നേയില്ല, നമ്മളെവിടെയും പറഞ്ഞിട്ടുമില്ല. അതിൽ മറ്റ് വകുപ്പുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് റെയിൽവേ ആകട്ടെ ഇറിഗേഷൻ ആകട്ടെ, അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട്, പക്ഷെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യണം, അത് പ്രധാനമാണ്. അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും നഗരസഭ ചെയ്യും. നഗരസഭയുടെ തുടർച്ചയായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊരു ടെൻഡർ കൊടുക്കാനെങ്കിലും തയ്യാറായത് എന്ന് നമുക്കിപ്പോൾ വ്യക്തമാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ നടക്കണം, മറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരുമുള്ള മാനസികാവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വൈകി പോലും നമുക്കൊരു ശുഭകരമായ വാർത്ത ഉണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചവരാണ് എല്ലാവരും. ഒരാൾ പോലും മറ്റൊരു രീതി ചിന്തിച്ചിട്ടുണ്ടാവില്ല. പൂർണ്ണമായി അവിടെ നിൽക്കുന്നവരാണ് അത് എല്ലാവരും. കളക്ടർ ഉൾപ്പെടെ അദ്ദേഹം ഇങ്ങോട്ട് എത്തിച്ചേരും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ നമ്മൾ ആ തിരച്ചിലൊക്കെ തുടരുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷ അതാണ്. അപ്പോൾ നമുക്കൊരു ഇതിന്റെ മറ്റു കാര്യങ്ങൾ വന്നതിന് ശേഷം ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ലാത്ത ഇടപെടൽ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. വന്ന ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ പഴിചാരിയല്ല. റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു തവണ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം റെയിൽവേ നിലപാട് കർക്കശമാക്കി. റെയിൽവേ ആക്ടാണ് പിന്നീട് ചെയ്യുന്നത് തടയാൻ റെയിൽവേ ഉപയോഗിച്ചത്. റെയിൽവേ ആക്ടിൽ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. റെയിൽവേ ഭൂമിയിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. അമ്മയെ പോറ്റാൻ മാലിന്യത്തോട്ടിലേക്ക് ഇറങ്ങിയ ജോയിയെ അപമാനിക്കുന്ന രീതിയിലാണ് തിരുവനന്തപുരം മേയറും മന്ത്രി MP രാജേഷും റെയിൽവേയും നടത്തുന്ന ന്യായീകരണങ്ങളും പരസ്പരമുള്ള തർക്കവും. ജോയിയെ രക്ഷിക്കുന്നതിനിടെ ലോകം മുഴുവൻ കണ്ടു നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരങ്ങൾ. ദുർഗന്ധം വമിക്കുന്ന അഴുക്കുചാലിലേക്ക് ഇറങ്ങാൻ മടി കാണിക്കാതിരുന്ന രക്ഷാപ്രവർത്തകർക്ക് ബിഗ് സല്യൂട്ട്. അവർ കോരിയെടുത്ത മാലിന്യങ്ങൾ എന്തുകൊണ്ട് മഴക്കാലത്തിന് മുൻപ് വാരാൻ ഉത്തരവാദപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല? പ്രതിപക്ഷം 2 ആഴ്ച മുൻപ് വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ പോലും എല്ലാം ശരിയാക്കിയെന്ന മറുപടി നൽകിയ മന്ത്രി രാജേഷിന് ഇനിയും ന്യായീകരിക്കാൻ എന്തവകാശമാണുള്ളത്? മാലിന്യ നീക്കം നടന്നിട്ടില്ലെന്ന് പകൽ പോലെ വ്യക്തമാകുമ്പോൾ ധാർമ്മിക രോഷത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന ജനങ്ങളെ ഇനിയും വെല്ലുവിളിക്കരുത്. കാരണക്കാർ കൈയൊഴിയുമ്പോൾ. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പരിസ്ഥിതി പ്രവർത്തകനായ EPRCയുടെ പ്രതിനിധി ശ്രീ SJ സഞ്ജീവ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM കൗൺസിലർ ശ്രീ അജിത് രവീന്ദ്രൻ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അഖിൽ JS എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ അജിത് രവീന്ദ്രൻ, ഈ പരസ്പരം പഴിചാരിയുള്ള രക്ഷപ്പെടൽ ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല.
ഇതിലൊരു ഏകോപനം ഉണ്ടാകാതിരുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് അത് സർക്കാരിൻ്റെ ഒരു പിടിപ്പ് കേടാണ്. അത് സമ്മതിക്കേണ്ടി വരുന്നു. ഇങ്ങനൊരു ദുരന്തമുണ്ടാകുന്ന സമയത്തും ഈ ദുരന്തമുണ്ടായപ്പോൾ ജോയിയെ രക്ഷിക്കുവാനാണ് എല്ലാവരും കൈമേയ് മറന്ന് പ്രവർത്തിച്ചത്. ആ രീതിയിലാണ് മാധ്യമങ്ങളും വാർത്ത നൽകിയത്. പക്ഷേ ഈ മാലിന്യത്തോട്ടിലൂടെ ഇത്രയും മാലിന്യങ്ങൾ ഒഴുകി നടക്കുന്ന കാര്യം എത്രയോ തവണ റിപ്പോർട്ട് ചെയ്തതാണ്. ഞങ്ങൾ പലതവണ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. അന്നേരം ഒന്നും ഉണർന്നില്ല. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ടതിൻ്റെ ആവശ്യകത എല്ലാവർക്കും അറിയാം. പക്ഷേ ആ സമയം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ പേര് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. ഒടുവിൽ ഒരു ജീവൻ വിലയായി നൽകേണ്ടി വന്നപ്പോൾ ഞങ്ങളല്ല നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. ഇവിടെ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഈ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നഗരസഭ വിവിധ ഘട്ടങ്ങളിലായി ചെയ്തിട്ടുണ്ട്. അത് പ്രീ മൺസൂൺ ആകട്ടെ, അതിനുശേഷം കൗൺസിലർമാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മുടെ ക്ലീനിങ് ആക്ടിവിറ്റീസ് ബാക്കിയുണ്ടെങ്കിൽ അത് ഓരോ വാർഡിനും 1 ലക്ഷം രൂപ എന്നുള്ള നിലയ്ക്ക് ഒരു വാർഡ് 100 വാർഡുള്ള തിരുവനന്തപുരം നഗരസഭയിൽ 1 ലക്ഷം രൂപ ഒരു വാർഡിന് അനുവദിക്കുകയാണ്. ആ അനുവദിച്ചതിന് പുറമെ ആ 1 ലക്ഷം രൂപയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നഗരസഭ വീണ്ടും ആവശ്യപ്പെടുകയാണ്, ഏതെങ്കിലും വർക്ക് പെൻഡിങ് ഉണ്ടോ, അഡീഷണൽ എക്സ്പെൻസ് ആവശ്യമുണ്ടോ. അഡീഷണൽ എക്സ്പെൻസ് ആവശ്യപ്പെട്ട വിവിധ വാർഡുകളിലേക്ക് ആ എസ്റ്റിമേറ്റിനനുസരിച്ചുള്ള തുക നീക്കിയിരുത്തിയിട്ടുണ്ട്. നഗരസഭ എന്നുള്ള നിലയിൽ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഓട അല്ലെങ്കിൽ ഈ കനാൽ, ചാല് ഇതൊക്കെ പറയുമ്പോൾ നഗരസഭയുടേതായ ഓട എത്രണ്ണമുണ്ട്, ഇറിഗേഷൻ്റെ ഓട എത്രണ്ണമുണ്ട്, മൈനർ ഇറിഗേഷൻ്റെ ഓട എത്രണ്ണമുണ്ട്, അതുപോലെ തന്നെ PWD ഓട, ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് ആരാണ്? ഇതിനൊരു OANDM വേണ്ടേ? നമ്മൾ ഈ ഒരു അവസരത്തിൽ ഈ നമ്മുടെ പ്രിയ സഹോദരൻ ജോയിയുടെ വേർപാടിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനൊരു OANDM വേണ്ടേ? പക്ഷേ ഇതിനകത്ത് ഒരു കോർഡിനേറ്റർ ഉണ്ടല്ലോ സർക്കാർ എന്ന് പറയുന്നത്. തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിക്ക് അതിൻ്റെ ചുമതലയുള്ളതാണ്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, 2 ആഴ്ച മുമ്പ് നിയമസഭയിൽ ഇതിനായുള്ള ഉപക്ഷേപം വന്ന സമയത്ത് മന്ത്രിയുടെ വാക്കുകൾ, അതിൽ ഒറ്റ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് തടസ്സമുണ്ടായുള്ളൂ, അത് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന സമയത്തായിരുന്നുവെന്ന്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നതിനത് തടസ്സമാകുന്നില്ലല്ലോ, യോഗങ്ങൾ കൂടുന്നതിലല്ലേ തടസ്സമാകുന്നുള്ളൂ എന്ന്. പക്ഷേ അത് സമ്മതിക്കുന്നില്ല. മന്ത്രി പറയുകയാണ് പ്രതിപക്ഷം വെറുതെ ഈ വിഷയം ആവശ്യമില്ലാത്ത ഉന്നയിക്കുകയാണെന്ന്. ഇപ്പോൾ എന്തായി? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നഗരസഭയുടെ ഭാഗത്തു നിന്ന് പറയുമ്പോൾ നഗരസഭ കൃത്യമായി ഈ വർക്കുകൾ മോണിറ്റർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിൽ ഇത്തവണ സോണൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നഗരസഭയുടെ എല്ലാ സോണൽ ഓഫീസുകളിലും ബന്ധപ്പെട്ട അധികാരികളെ ചുമതലപ്പെടുത്തി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ആളുകളെയും വരുത്തി, അതായത് KSEB, വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ, സിവറേജ്, അതുപോലെ തന്നെ മൈനർ ഇറിഗേഷൻ, PWD, അങ്ങനെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണോ ഇതിൻ്റെ ഭാഗമായി കോർഡിനേറ്റ് ചെയ്യപ്പെടേണ്ടത്, ആ കോർഡിനേറ്റ് ചെയ്യപ്പെടേണ്ടുന്ന എല്ലാ വിഭാഗങ്ങളെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും വിളിച്ചു വരുത്തി ഓരോ സോണലിലും മേയർ നേരിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുടെ നേതൃത്വത്തിലും അവലോകന റിവ്യൂ യോഗം നടത്തിയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മാസം നടത്തിയ റിവ്യൂ യോഗത്തിൽ റെയിൽവേയുടെ പ്രതിനിധി പങ്കെടുത്തിരുന്നു. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തതാണ്. ഈ തൊട്ട് കഴിഞ്ഞ മാസം നടന്ന യോഗത്തിൽ, മെയിൻ ഓഫീസിൽ കൂടിയ യോഗത്തിൽ റെയിൽവേയുടെ ഒരു പ്രതിനിധി പോലും പങ്കെടുത്തിരുന്നില്ല. അവിടെ കർക്കശമായ നിലപാടാണ് ശ്രീമതി നഗരസഭയുടെ ആരാധ്യയായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഈ വിഷയത്തിൽ നിലപാടെടുത്തിരുന്നത്. കർക്കശമായി, വളരെ കർക്കശമായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനം ഉണ്ടാകണം, ഗവൺമെൻറ് തലത്തിൽ ഏകോപനം ഉണ്ടാകേണ്ടത് ഗവൺമെൻറ് തലത്തിൽ ഏകോപനമുണ്ട്. ഇവിടെ ഈ നമ്മുടെ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതിനകത്ത് ഇടപെട്ടിട്ടില്ലേ? നഗരസഭാ സെക്രട്ടറി നിരന്തരം ഈ റെയിൽവേ ഇത് ചൂണ്ടിക്കാണിച്ച് നമ്മൾ ആ ആക്ഷനിലേക്ക് പോകണം, അവിടെ മാലിന്യം വളരെ രീതിയിൽ ആ പറയുന്ന പോർഷൻ റെയിൽവേയുടെ ഉടമസ്ഥയിലുള്ള പോർഷൻ, ആ ഒരു പോർഷനിൽ മാലിന്യം മാത്രമല്ലോ അജിത്, നമ്മൾ ഈ നഗരത്തിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ അവിടെ എത്രയുണ്ട്? ഈ റെയിൽവേയുടെ പരിധിയിൽ വരുന്ന ഏതാണ്ട് 120 140 മീറ്റർ സ്ഥലത്ത് മാത്രമായിരുന്നു ഈ മാലിന്യങ്ങൾ ഉണ്ടായിരുന്നത്, ആ റെയിൽവേ ട്രാക്കിനടിയിലൂടെ കടന്നു പോകുന്നത്. അതിനു മുൻപ് ഉള്ള ഭാഗങ്ങളൊക്കെ കോർപ്പറേഷന്റെ ഭാഗത്താണ് ഈ മാലിന്യങ്ങൾ മുഴുവനും കണ്ടത്. ഒരാൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന് ഈ സ്വന്തം അമ്മയെ പോറ്റേണ്ട ഒരാളാണ്. കുറച്ച് പണം കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത്രയും ആയല്ലോ എന്ന തൊഴിലാളിയായ ജോയിക്കുള്ള തോന്നൽ, അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ മാലിന്യത്തോട്ടിലേക്ക് ഇറങ്ങിയത്. നമുക്ക് ആർക്കും പറ്റാത്ത കാര്യമാണ്. അഗ്നിരക്ഷാ സേനയുടെ ആളുകൾ, ഡൈവിംഗ് ടീം, അവരവിടെ സ്കൂബ ഡൈവേഴ്സ്, അവരവിടെ വന്ന് കാണിക്കുന്ന കാഴ്ചകൾ എത്രമാത്രം നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാണ് അവർ അവിടെ നിന്നത്. ജീവൻ പോലും അവർ പണയപ്പെടുത്തിയാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതൊക്കെ കാണുമ്പോൾ പോലും കണ്ണു തുറക്കുന്നില്ല. അവിടെ പരസ്പരം പഴിചാരുകയാണ് ചെയ്യുന്നത്. ഇതല്ല വേണ്ടത്. എന്തുകൊണ്ട് മേയർക്കൊക്കെ ഈ കുറ്റം സമ്മതിച്ചുകൂടാ?
ഇല്ലാത്ത ഉത്തരവാദിത്തം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി പ്രവണത ശരിയല്ല. നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു വിലപ്പെട്ട മനുഷ്യജീവൻ അപകടത്തിലെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എംപ്ലോയ്മെൻറ്റ് ഓഫ് മാനുവൽ സ്കാവഞ്ചിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഡ്രൈ ലാട്രിൻസ് പ്രിവെൻഷൻ ആക്ട് 1993 നഗ്നമായ ലംഘനം നടത്തിയതാരാണ്? ഇന്ത്യൻ റെയിൽവേയാണ്. നമുക്കറിയാം കഴിഞ്ഞ 2-3 വർഷക്കാലത്തിനിടയിലാണ് ഇന്ത്യൻ റെയിൽവേയിൽ ബയോ ടോയ്ലറ്റുകൾ വന്നത്. അതുവരെ ഇന്ത്യൻ റെയിൽവേയുടെ മാലിന്യം ഇത്തരത്തിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. തിരുവനന്തപുരം നഗരസഭ പരിധിയിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരം ഈ നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഒരു സീവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഇല്ല, ETP ഇല്ല. ഇതിന് സമാനമായ അനുഭവം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വേളിയിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് നഗരസഭ കാര്യക്ഷമമായി ഇടപെട്ടു. ഇതിനു മുമ്പ് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതാണ്. വേളിയിൽ മാലിന്യ കൂമ്പാരം വന്നപ്പോൾ നഗരസഭ ഇടപെട്ടു, നോട്ടീസ് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ MCF പണിയുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ മാലിന്യം നീക്കുന്നതിന് മുൻപ് ഒരു ഇടപെടൽ നടത്തിയ ഇപ്പോൾ നിലവിലെ വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA, അദ്ദേഹം മേയറായിരുന്ന കാലത്ത് അവിടെ മാലിന്യം നീക്കം നടത്തുകയും അതിൻ്റെ പേരിൽ കോർപ്പറേഷനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും റെയിൽവേ ആക്ട് അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമ നടപടിക്ക് പോയതാണ്. ഇന്ന് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഇവിടെ ഒരു കരാറ് കൊടുത്തു എന്ന് പറയപ്പെടുന്നു. റെയിൽവേ കൊടുത്ത കരാറിനെക്കുറിച്ച് ഈ മാധ്യമങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട്? ആ കരാർ എങ്ങനെയാണ് കരാർ നടപ്പിലാക്കിയത്? കരാറിൻ്റെ നാൾ വഴികൾ എന്താണ്? ആ കരാർ എടുത്ത വ്യക്തി ആരാണ്? ഇവിടെ ആ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? JCB അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ആ മാലിന്യം നീക്കം ചെയ്യുന്നത്. അവിടെയാണ് ഈ ഒരു അമ്മയെ പോറ്റേണ്ടുന്ന മകനെ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ അത്തരത്തിലൊരു വ്യക്തിയെ ആ അഴുക്ക് ചാലിലേക്ക് എടുത്ത് അല്ലെങ്കിൽ അയാളുടെ നിവൃത്തികേട് കൊണ്ട് അദ്ദേഹത്തിന് ഇറങ്ങി പോവേണ്ടി വരും. അവിടെയാണ് ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷനിലാണ് പ്രശ്നം. റെയിൽവേ സദുദ്ദേശപരമായ ആ ചാല് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചു എന്നിരിക്കട്ടെ, എന്തുകൊണ്ട് ഒരു എക്യുപ്മെൻറ്റ് അതിനകത്ത് ഉപയോഗപ്പെടുത്തില്ല? റെയിൽവേക്ക് ഫണ്ടില്ലാത്തതുകൊണ്ടല്ല. റെയിൽവേ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്? നഗരസഭ കൊടുത്ത നോട്ടീസിന് പ്രകാരമാണ് റെയിൽവേ ഈ ക്ലീനിങ് ആക്ടിവിറ്റി സദുദ്ദേശപരമായി ഏറ്റെടുത്തതെന്ന് ഇന്നലെ റെയിൽവേയുടെ ഉന്നത അധികാരി അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് റെയിൽവേ നഗരസഭയെ അറിയിച്ചില്ല? ഞങ്ങൾ നിങ്ങളുടെ നോട്ടീസിൻ്റെ കൈപ്പറ്റിയിട്ടുണ്ട്, ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലീനിങ് ആക്ടിവിറ്റീസ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. നഗരസഭയുടെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ JHIമാർ അല്ലെങ്കിൽ HS അടക്കമുള്ള ആളുകൾ ഈ ക്ലീനിങ് ആക്ടിവിറ്റി അതിന് മോണിറ്റർ ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകണം, ഞങ്ങളുടെ ഈ ക്ലീനിങ് ആക്ടിവിറ്റിക്ക് നഗരസഭയുടെ സഹകരണം ഉണ്ടാകണമെന്ന് എന്തുകൊണ്ടൊരു കത്തെഴുതി ഇന്ത്യൻ റെയിൽവേ ആവശ്യപ്പെട്ടില്ല? നമ്മൾ നിരസിക്കുമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് സ്വിച്ചിട്ടതുപോലെ നഗരത്തെ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ജീവനക്കാരുള്ള നമ്മളിവിടെ അടച്ചാക്ഷേപിക്കുന്നത് നിരന്തരം ആ ജീവനക്കാരെയും കൂടെയാണ്, ആ ക്ലീനിംഗ് തൊഴിലാളികളെയും കൂടെയാണ്. ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ റെയിൽവേയുടെ ഭാഗമല്ല, നമ്മളത് അംഗീകരിക്കുകയാണ്. ഇത് മൃതദേഹം കണ്ടെടുത്ത ജോയിയുടെ മൃതദേഹം കണ്ടെടുത്ത ഭാഗത്തെയാണ്. അപ്പൊ ഇതൊക്കെ ആര് നീക്കും? ഇവിടെയും ഒരു ശുചീകരണ തൊഴിലാളി തന്നെ ഇറങ്ങണമല്ലോ ഇത് ക്ലീൻ ചെയ്യാൻ. മഴക്കാല പൂർവ്വ സമയത്ത് അത്തരത്തിലല്ല. എൻ്റെ അടക്കം വാർഡുകളിൽ JCB ഉപയോഗിച്ചിട്ടാണ് ഈ വലിയ ഓടകൾ ക്ലീൻ ചെയ്തിരുന്നത്. ഈ പട്ടംതോട്, കണ്ണമുല്ല തോട്, ഇതെല്ലാം ക്ലീനിങ് നടക്കണം. നമുക്ക് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളാണ്. ഈ പട്ടംതോടൊക്കെ കഴിഞ്ഞ ജനുവരി മാസത്തിൽ, ഞാൻ പട്ടംതോടിന്റെ കാര്യമാണ്, ജനുവരി മാസത്തിൽ എൻ്റെ വാർഡിലൂടെ 3 കിലോമീറ്റർ പോകുന്ന പട്ടംതോട് ജനുവരി മാസം മുതൽ എൻ്റെ ക്ലീനിങ് ആരംഭിച്ചത്. അതിന്റെ റിസൾട്ട് അവിടെ ഉണ്ട്. തമ്പാനൂര് തൊട്ടടുത്ത് നഗര ഹൃദയത്തിലാണ് ഇതെല്ലാം കാണുന്നത്. തീർച്ചയായും മാധ്യമങ്ങൾ കള്ളം പറയുന്നതല്ല. കഴിഞ്ഞ ദിവസവും ഇതിന് സമാനമായ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. ആരും ഉണർന്നില്ല. അപ്പോഴേക്ക് ഇങ്ങോട്ട് കുറ്റം പറയുകയാണ്. ഏറ്റവും ദുഃഖകരമായ കാര്യം, ആദ്യം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമങ്ങളോട് ജോയി അവിടെ വീണിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞു, ഒരു ശുചീകരണ തൊഴിലാളി അവിടെ വീണു, രക്ഷപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമങ്ങളോട് ആദ്യം തന്നെ മേയർ പറയുകയാണ് നിങ്ങൾ നെഗറ്റീവ് വാർത്തകൾ കൊടുക്കുകയാണെന്ന്. ഇതൊക്കെ നെഗറ്റീവ് വാർത്തകളാവുന്നത് എങ്ങനെയാണ് ശ്രീ ജയസഖിൽ? അല്ല, ഞാൻ വളരെ കൃത്യമായി തന്നെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ ഒരു വിളക്ക് അസ്തമിച്ചിരിക്കുകയാണ്. ഈ ജോയി എന്ന് പറയുന്ന പേരിൽ മാത്രം ജീവിതത്തിൽ ഒരു ജോയ്ഫുള്ളായിട്ടുള്ളൊരു ജോയി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വയറൊന്ന് നിറയ്ക്കാൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സന്തോഷം കണ്ടെത്താൻ അദ്ദേഹം എടുത്തൊരു എഫേർട്ടുണ്ട്. ആ ജോലി, ഇത്തരത്തിലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങുന്നു. അവിടെ ക്ലീനിങ് തൊഴിലാളിയെ അദ്ദേഹം മാറുന്നു. ആ ക്ലീനിങ് തൊഴിലാളിയായിട്ടുള്ള ജോയി ഒരു സുരക്ഷാ ഉറപ്പുമില്ലാതെ അദ്ദേഹം ക്ലീനിങ്ങിനായിട്ട് അവിടെ ഇറങ്ങുന്ന ഒരു സാഹചര്യം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, തിരുവനന്തപുരം പോലെയുള്ള ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന ജില്ലയിലാണ് ഇത് നടന്നതെന്നൊരു ഓർമ്മ നമുക്ക് വേണം. ഈ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി മാധ്യമങ്ങളിൽ കാണുന്ന വാർത്ത എന്താ? ജോയിയെ നമ്മൾ എല്ലാ മാധ്യമങ്ങളും ഉൾപ്പെടെ അവിടെയുള്ള രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ തിരയുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളിൽ നടക്കുന്ന പോരെന്താണ്? ഈ പറയുന്നത് പോലെ ഇത് റെയിൽവേയുടെ സ്ഥലമാണ്, 117 മീറ്റർ എന്ന് പറയുന്നു. കോർപ്പറേഷൻ പറയുന്നു ഞങ്ങൾക്കിതിൽ ബന്ധമില്ല എന്ന് പറയുന്നു. ഈ പറയുന്നത് പോലെ പരസ്പരം പോരടിക്കുന്ന ഇത്രയും മ്ലേച്ഛമായിട്ടുള്ളൊരു സിറ്റുവേഷൻ കഴിഞ്ഞ 3-4 ദിവസമായിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പൊതുസമൂഹം ഇതിനെ വിലയിരുത്തേണ്ടത്?
ഈ പ്രദേശത്ത് നടന്നിട്ടുള്ള ഈ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ എത്രയോ കാലമായി നമ്മൾ കേട്ടതാണ്. ഇവിടെ പറയുകയാണ്, ഞാൻ ചോദിക്കട്ടെ, ഈ ആമയിഴഞ്ഞാൻ തോടിലും ഈ പറഞ്ഞ തിരുവനന്തപുരത്തെ പ്രാന്തപ്രദേശങ്ങളിലെ തോടിലുമെല്ലാം അടിഞ്ഞുകൂടുന്ന ഈ പറയുന്ന മാലിന്യങ്ങളെല്ലാം തന്നെ ഇന്നലെ ഒരു ദിവസം കൊണ്ടുണ്ടായതല്ലോ. അത് മാത്രമല്ല, റെയിൽവേയുടെ സ്ഥലത്ത് മാത്രമാണോ മാലിന്യങ്ങൾ വന്നിരിക്കുന്നത്? മാത്രമല്ല, റെയിൽവേയുടെ അങ്ങോട്ട് ആ മാൻഹോൾ ആ ട്രാക്കിന്റെ ആ താഴോട്ട് ഒഴുകിയെത്തുന്നത് ഇവിടെ നിന്ന് പോകുന്ന മാലിന്യങ്ങൾ. ഞാനതാ പറഞ്ഞു പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഈ പറയുന്ന പോലെ ആമയഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള തോടുകളിലും ഈ നദീതട ഏരിയകളിലെല്ലാം തന്നെ ഈ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളുടെ എല്ലാം ഉത്തരവാദി ആരാണ്? തിരുവനന്തപുരത്തിന്റെ നഗരസഭയാണ്. ആ നഗരസഭയ്ക്ക് അതിനകത്ത് ഉത്തരവാദിത്തമില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആവശ്യത്തിന് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ ശുചീകരണ തൊഴിലാളികളെ അങ്ങോട്ട് ഇറക്കി, ഈ മാലിന്യ തോട്ടിലേക്ക് ഇറക്കി. അല്ല, അത് എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ശുചീകരണ തൊഴിലാളികളെ ഇറക്കി വിടുമ്പോൾ പോലും ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ അവർ പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ മേയർ ഉൾപ്പെടെ പറയുന്നു, അത് റെയിൽവേ ആണ് അത്തരം ആളുകൾ ആ ജീവനക്കാരെ താൽക്കാലികമായി അവിടെ ഇറക്കി, റെയിൽവേയുടെ ഏരിയ വൃത്തിയാക്കാൻ റെയിൽവേ ആണ് ഏർപ്പെടുത്തിയെന്ന് പറയുന്നു. ചിലപ്പോൾ അത് അംഗീകരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന റെയിൽവേ ആണെങ്കിലും ഈ പറയുന്ന തിരുവനന്തപുരം നഗരസഭയാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ഈ കാര്യത്തിൽ. ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, മരണപ്പെട്ട ജോയി തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റിനകത്ത് ജീവിക്കുന്ന ആളല്ല. അദ്ദേഹം ഒരു മനുഷ്യജീവനാണ്. അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഈ പറയുന്നത് പോലെ ജോലിക്ക് വേണ്ടി ജോലി തേടി തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യനായി നിങ്ങൾ കണക്കാക്കുക. ആ മനുഷ്യന്റെ ജീവന് വേണ്ടി സംസാരിക്കുമ്പോൾ റെയിൽവേ പറയുന്നു, റെയിൽവേയുടെ അല്ലാന്ന് പറയുന്നു, കോർപ്പറേഷൻ പറയുന്നു, ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഈ മനുഷ്യ ജീവൻ ഒരു ശകലം വിലയില്ല ഈ നാട്ടിൽ. ശരി, ഇപ്പോഴാണ് ജനങ്ങൾക്ക് ഈ റെയിൽവേക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് അറിയുന്നത്, ഒരു മാൻഹോൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലായത് തന്നെ ശനിയാഴ്ച രാത്രി റോബോട്ട് ഞാൻ സഞ്ജീവിനെ കൂടെ പോവുകയാണ്. ശ്രീ SJ സഞ്ജീവ്, ഇവിടെ റെയിൽവേക്കാണോ ഉത്തരവാദി, തിരുവനന്തപുരം കോർപ്പറേഷനാണോ ഉത്തരവാദി എന്ന രീതിയിൽ തർക്കം നടക്കുകയാണ്. അതിനിടയിലാണ് സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പോൾ MP രാജേഷ് മന്ത്രി ഇന്ന് വന്ന് പറയുകയാണ് റെയിൽവേ ആണ് ഇതിന് ഉത്തരവാദി എന്ന്. അദ്ദേഹം അതിനുവേണ്ടി കുറെ കണക്കുകളും പറയുന്നുണ്ട്, സാങ്കേതികമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. റെയിൽവേ എന്തുകൊണ്ട് ഇതിൽ ഈ ക്ലീനിങ്ങിന് വേണ്ടി താല്പര്യം കാണിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെന്താണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പോൾ ഇതിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണോ സഞ്ജീവ്? അല്ല, ഈ ആത്യന്തികമായി നമ്മളിപ്പം ഇതുണ്ടല്ലോ, റെയിൽവേയുടെ സ്ഥലമാണെന്നുണ്ടെങ്കിൽ 117 120 മീറ്റർ ആയിട്ട് വരുന്ന ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മെനിഞ്ഞാന്ന് ജോയ് എന്ന് പറയുന്ന ആൾ ഇറങ്ങിയ ഭാഗം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് വെള്ളം വന്ന് കയറുന്ന എൻട്രൻസിലാണ് വന്ന് ഇറങ്ങിയത്. ആ സ്ഥലത്തു നിന്നാണ് പുള്ളിക്ക് അപകടം പറ്റുന്നത്. അതിനകത്ത് നിറഞ്ഞു കിടന്ന സാധനം ഇന്നലെ നൈറ്റിലും അവിടെ നിറഞ്ഞു തന്നെ കിടപ്പുണ്ട്, വേസ്റ്റുകൾ. ഇന്നലെയും അവിടെ ബാഗിലൊക്കെ തന്നെ മറ്റേ സ്കൂൾ ബാഗിൽ വരെ ഫാണ്ടക്കെട്ട് പോലെ ഈ KSRTCയുടെ അടിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിന്റെ അടിയിൽ നിന്നുള്ള ഇത് ഒഴുകി വരുന്നുണ്ടായിരുന്നു. അപ്പോ ഈ പറഞ്ഞ സാധനം അവിടെ നിന്ന് വരുന്ന വേസ്റ്റിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? റെയിൽവേക്കാണോ? അതേപോലെ അതിൻ്റെ അകത്ത് ടൺ കണക്കിന് ഇത് കിടപ്പുണ്ട്. ഏത് പാഴ്സൽ സെന്ററിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഈ തെർമോകോൾ കിടപ്പുണ്ടായിരുന്നു, ഇത് കിടപ്പുണ്ട്. അപ്പം ഇന്നലെ മേയർ വളരെ ശ്രദ്ധയോടുകൂടി പറയുന്നുണ്ടായിരുന്നു, റെയിൽ നീർ എന്ന് പറയുന്ന മറ്റേ ഇതുണ്ടല്ലോ, മിനറൽ വാട്ടറിന്റെ ബോട്ടിലാണ് കൂടുതലും പുള്ളിക്കാരി അവിടെ അകത്ത് കയറിയവർ കണ്ടേ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ നമ്മളെ ഈ രാജാജി അല്ലെങ്കിൽ നമ്മൾ ഈ മലയാള മനോരമ അങ്ങനെയുള്ള ഇതിന്റെയൊക്കെ ബാക്കിൽ നിന്ന് വരുന്ന ഈ വെള്ളത്തിനകത്ത് നിന്ന് കാണുന്ന ഈ വേസ്റ്റിന്റെ ഉത്തരവാദിത്വം ആർക്കാ പറയാൻ പറ്റുന്ന? ഇതിപ്പം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നതിന് പകരം ഇതിലൊരു കൂട്ടുത്തരവാദിത്വമാണ് വന്നേക്കുന്ന. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് ഇവർക്ക് സ്റ്റേണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീരും. എന്നിട്ട് ഇനി നമുക്കത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ഇന്നലെയും എനിക്കന്നുമായിട്ട് ചെയ്ത നടപടിയുടെ ബാക്കി പത്രമായിട്ട് ഇനിയുള്ള ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് മാക്സിമം നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഉപ്പിടാമൂട് പാലം വരെയെങ്കിലും ഉള്ളു. അതിനപ്പുറത്തോട്ട് ഇപ്പൊ അല്പം ക്ലീൻ ആണ്. അപ്പോൾ ഉപ്പിടാമൂട് പാലം വരെയുള്ള സാധനമെങ്കിൽ ഈ ദ്രുതഗതി ചെയ്ത അതേ പരിപാടി തന്നെ തുടർച്ചയായിട്ട് അതങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ജോയ് എന്നുള്ള മനുഷ്യൻ ജീവൻ ബലി അർപ്പിച്ചതിന് ഒരു നീതിയെങ്കിലും ആവും. അല്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയത്നം 2 ദിവസത്തെ പ്രയത്നം ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് ഒരാഴ്ചയെങ്കിലും നടത്തിയിരുന്നുവെങ്കിൽ ഈ തോട് മുഴുവൻ ഇത്രയും പ്രയത്നം വേണ്ടായിരുന്നു. അത് ആ സമയബന്ധിതമായിട്ട് ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നടത്താവുന്നതാണല്ലോ. പിന്നെ ആരാണിത് തടസ്സപ്പെടുത്തിയത്? എന്തുകൊണ്ട് ഇത്തവണയും നടക്കാതെ പോയി? തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്നുള്ള കാര്യം പറയുന്നുണ്ട്, അതൊരു തടസ്സമായിരുന്നോ? അത് അതോ കരാറുകാരുടെ പ്രശ്നമാണോ? അതോ പണം അടിച്ചു മാറ്റുന്നതിലെ തർക്കമാണോ? ഇതിനകത്ത്
അല്ല, ഇതിപ്പോ എന്തെന്നോ, ഇതിപ്പോ നമ്മളിപ്പോ ഉള്ള പൊതു പൗരന്മാരുണ്ട്. നമ്മൾ പൊതു പൗരന്മാര് നമുക്ക് അല്ല, കേൾക്കാമോ? കേൾക്കാം. ഹലോ, കേൾക്കാം. ഹലോ, കേൾക്കാം. അല്ല, നമ്മളെപ്പോലെ സാധാരണ ജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള നമ്മള് ഒരു ജനപ്രതിനിധിയല്ല, നമ്മൾ ഉദ്യോഗസ്ഥരല്ല, ഒന്നുമല്ല. നമ്മൾ സാധാരണ ജനങ്ങൾക്ക് തന്നെ തോന്നുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒരു നാട്ടിൽ ഒരു മഴക്കാലം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു വേനൽ വരുന്ന മുമ്പേയുള്ള കുറെ മുന്നൊരുക്കങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പൊ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്, ഒരു ഫെബ്രുവരി മാസം കഴിയുമ്പോഴത്തേക്ക് മാർച്ച് മാസത്തിനകത്ത് മഴക്കാല ശുചീകരണം, അത് ഏകദേശം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ 15, അല്ലെങ്കിൽ അഥവാ ഇനി മഴയൊക്കെ നീണ്ടുപോകണമെങ്കിൽ ഒരു മാക്സിമം മെയ് ആദ്യത്തെ വീക്ക് ഇതിനകത്ത് നമ്മളിത് ചെയ്തിരിക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടവും ഇതും തമ്മിൽ നമ്മൾ എന്തിനാ കമ്പയർ ചെയ്യുന്ന? ഇതൊരു ജനുവരി മാസം ആവുമ്പോഴേ ഡിസൈഡ് ചെയ്യുകയും ഒരു ഫെബ്രുവരി മാസം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മൾ തിരുവനന്തപുരം മേയർ ആയിരുന്നാലും ഇവിടുത്തെ MLA-മാരായിരുന്നാലും മന്ത്രിമാരായിരുന്നാലും പ്രതിപക്ഷത്തിലുള്ളവരായിരുന്നാലും ഇവരാരും ആദ്യമായിട്ട് തിരുവനന്തപുരം കാണുന്നവരൊന്നും അല്ലല്ലോ. തിരുവനന്തപുരം വർഷങ്ങളായി കാണുന്നില്ലേ. തമ്പാനൂർ എങ്ങനെയുള്ള സ്ഥലമാണെന്നും അറിയാം. ഇത്രയും ഫ്ലാഷ് ഫ്ലഡുകൾ വരുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അത്തരം പ്രദേശത്ത് ഒരു മഴക്കാല മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ ചെയ്യണം. ഇവർ മഴക്കാല മുന്നൊരുക്കം പരിപാടി തുടങ്ങി എന്നുള്ളത് മേയർ തന്നെ ഇന്നലെ എവിഡൻസ് ആയിട്ട് TV-യിൽ ഇട്ടിട്ടുണ്ട്. അതെന്ന് പറയുന്നത് മെയ് 7-ാം തീയതി, മെയ് 7, മെയ് 17 അങ്ങനെയുള്ള തീയതികളിലെ കുറച്ച് കത്തുകൾ കാണിച്ചിട്ടാണ് മേയർ അത് ഡെസ്പാച്ച് ചെയ്തതിന്റെ കാര്യമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാലതാമസം വരുത്തിയിട്ടല്ലേ ഇത് ചെയ്തത്. ഇത് ഒരു സാധനം ചെയ്യണമെങ്കിൽ മഴക്കാലം തുടങ്ങുന്നവരെ മെയ് ആദ്യ വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് കൊടും മഴയായിരുന്നു. എനിക്ക് കേരളത്തിൽ തന്നെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില് അഥവാ ഒരു കത്ത് റെയിൽവേക്ക് കൊടുത്തു, അത് ചെയ്തില്ലെങ്കിലും അവർക്ക് കുറെ പവർ ഉണ്ടല്ലോ. ഒരു നഗരസഭ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ലെവലില് മേയർക്ക് എടുക്കാൻ പറ്റുന്ന എക്സ്ട്രാ ചില പവറുകളുണ്ട്. ആ പവർ വെച്ചിട്ട് നമുക്ക് അവരവിടെ ഒരു തെറ്റ് നടത്തിയിട്ടുണ്ട്, റെയിൽവേ നടത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് അത് നേരത്തെ വിവാദം ഉണ്ടല്ലോ. ഇപ്പൊ മഴക്കാലം തുടങ്ങി ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ ഒരാൾ മരിച്ചപ്പോൾ മാത്രമല്ലേ ഈ തർക്കവും ഇതൊക്കെ വന്നേക്കുന്നുള്ളൂ. അപ്പൊ ഈ സാധാരണക്കാരൻ എന്ന രീതിയിൽ സഞ്ജീവ് ചോദിക്കുന്നതാണ്. സഞ്ജീവനി നഗരത്തിൽ നടക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നയാളാണ്. ഒരു സാധാരണക്കാരന്റെ ചോദ്യം കൂടിയാണ് അത്. ചോദ്യം അതേ വികാരത്തോട് എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മേയർക്ക് എടുക്കാൻ കഴിയുന്ന എക്സ്ട്രാ പ്രിവിലേജ് അല്ലെങ്കിൽ എക്സ്ട്രാ പവർ എന്താണെന്ന് നമുക്കറിയണം. ഒരു വികാരമല്ല, ഞാൻ ഇത് ഫാക്ച്വൽ ആയിട്ടാണ് പറയുന്നത്. ഞാൻ എവിഡൻസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതെ, അത് തന്നെയാണ് പറയുന്നത്. ഈ മേയർക്ക് എടുക്കാൻ കഴിയുന്ന എക്സ്ട്രാ പവർ എന്താണ് ഈ ഒരു വിഷയത്തിൽ? ഇതിന് മുൻകാല ഒരു അനുഭവം പറയാം. 2018 അന്നത്തെ മേയറായിരുന്ന ഇന്ന് നിലവിലെ വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള ബഹുമാന്യനായ അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA അന്ന് ഈ റെയിൽവേ കോമ്പൗണ്ട് ക്ലീൻ ചെയ്തിരുന്നു. അന്ന് എങ്ങനെയാണ് ക്ലീൻ ചെയ്തിരുന്നത്? ആളെ ഇറക്കിയല്ല ചെയ്തിരുന്നത്. അന്ന് ഒരു എക്യുപ്മെൻ്റ് എടുത്തു. ആ എക്യുപ്മെൻറ്റ് ഇന്നലെ ജോയി എന്ന് പറയുന്ന ആ വ്യക്തി ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ആ എക്യുപ്മെൻറ്റ് മൂവ് ചെയ്ത് അതായത് പഴവങ്ങാടി ഗണപതി കോവിലിൻ്റെ അടുത്തേക്ക് ആ എക്യുപ്മെൻറ്റ് എത്തിച്ചു. ഇപ്പം എന്താണ് റെയിൽവേ ചെയ്തത്? ഞാനിവിടെ ഇപ്പോഴും ഞാൻ പറയുന്നത് ആ മോഡ് ഓഫ് ഓപ്പറേഷനിലാണ് പ്രശ്നം. മോഡ് ഓഫ് ഓപ്പറേഷൻ മാറണം. നമ്മൾ മെക്കനൈസ്ഡ് ആയിട്ടുള്ള സംവിധാനത്തിലേക്ക് മാറേണ്ടെന്ന്. റെയിൽവേക്ക് അതിന് ഫണ്ടില്ലാത്തത് കൊണ്ടല്ല, റെയിൽവേക്ക് ഇത് അറിയാത്തതല്ല. എന്തുകൊണ്ടാണ്? ഇപ്പോൾ നേരത്തെ ഇവിടെ പ്രിയങ്കരനായ ആങ്കർ ചോദിച്ചല്ലോ, പണം അടിച്ചു മാറ്റുകയാണോ? അത് റെയിൽവേയോട് ചോദിക്കണം. റെയിൽവേ എത്തരത്തിലാണ് ആ കരാർ ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് നോക്കണം. കരാർ എടുത്തത് ആരാണെന്ന് നോക്കണം. ഇവിടെ ഇപ്പം സൂചിപ്പിച്ച എൻ്റെ സഹ പാനലിസ്റ്റ് സൂചിപ്പിച്ചല്ലോ, മേയർക്ക് എടുക്കാൻ കഴിയുന്ന എക്സ്ട്രാ പവർ. എന്താണ് മേയർക്ക് എടുക്കാൻ കഴിയുന്ന എക്സ്ട്രാ പവർ? ഒരു പവറും ഇല്ല മേയർക്ക് എടുക്കാൻ കഴിയുന്ന എക്സ്ട്രാ പവർ. നിയമം അനുശാസിക്കുന്ന പവറിന് താഴെ തന്നെയാണ് മേയറും പ്രധാനമന്ത്രിയും എല്ലാം. അതിനകത്ത് വേറെ എക്സ്ട്രാ പവർ അതിലേക്ക് വരാം. അതിനകത്ത് ഈ മുൻ മേയറായിരുന്ന VK പ്രശാന്ത് ഇത്തരത്തിൽ അവിടെ ക്ലീനിങ് ആക്ടിവിറ്റി നടത്തി പൂർത്തീകരിച്ചപ്പം നഗരസഭ സെക്രട്ടറിക്ക് ഒരു നോട്ടീസ് അയച്ചു. ആരാണ്? നിയമപരമായി റെയിൽവേ ആക്ട് ചൂണ്ടിക്കാണിച്ച് റെയിൽവേയുടെ പ്രോപ്പർട്ടി അതിക്രമിച്ച് കയറിയെന്നും കാണിച്ചുകൊണ്ട് നഗരസഭാ സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ച സ്ഥാപനത്തിന്റെ പേരാണ് ഇന്ത്യൻ റെയിൽവേ. ഇല്ലേ? ആ സ്ഥാപനം വസ്തുതയാണ്, ഇന്ത്യൻ റെയിൽവേ ആണ്. മനസ്സിലായില്ലേ? എന്ത് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പൊങ്കാല അടക്കം ഒറ്റ നിമിഷ നേരം കൊണ്ട് പൊങ്കാലയുടെ മാലിന്യങ്ങൾ മാറ്റാൻ അല്ലെങ്കിൽ പൊങ്കാലയ്ക്ക് അതിനുശേഷം നഗരത്തെ വൃത്തിയാക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ശുചീകരണ തൊഴിലാളികളും ഹെൽത്ത് വിഭാഗവും ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന നല്ലൊരു ടീമുള്ളതാണ് തിരുവനന്തപുരം നഗരസഭ. ഞങ്ങളെ ഏൽപ്പിച്ചില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. നഗരസഭ നിരന്തരം ആവശ്യപ്പെടുകയല്ലേ, നിരന്തരം നഗരസഭ ആവശ്യപ്പെടുകയും ഞങ്ങളെ ഏൽപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്നലെ ആ സതുദ്ദേശപരമായി റെയിൽവേ ഉദ്യോഗസ്ഥ പറഞ്ഞതുപോലെ സതുദ്ദേശപരമായി ക്ലീനിങ് നടത്തിയ എന്തുകൊണ്ട് നഗരസഭയെ അറിയിച്ചില്ല? സഞ്ജീവ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഹലോ, അല്ല ഏതാണ് ഈ 2018 ഈ പറയുന്നു നേരത്തെ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും അവിടെ നിന്ന് നോട്ടീസ് വന്നു, അതുകൊണ്ട് എക്സ്ട്രാ പവർ ഒന്നും മേയർക്കില്ല, അങ്ങനെ ഇടപെടാനൊന്നും പറ്റുകയില്ല എന്ന്.
അല്ല അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു മേയർ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ഒരു കത്ത് കൊടുത്തു, റെയിൽവേ കൊടുത്തു, അത് അവർ ഡിനേ ചെയ്തു. ഓക്കെ, രണ്ടാമത് അടുത്ത സ്റ്റെപ്പ് എന്താണ്? മേയർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രതിനിധിയും കൂടെയാണല്ലോ. അവർക്ക് അവരുടെ രീതിയിൽ അവരുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിയുണ്ട്, അതിന് മേലോട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അത്തരം ഓപ്ഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടും ഞാൻ പരാജയപ്പെട്ടു റെയിൽവേയുടെ ഈ വിഷയം ഗവൺമെന്റിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വെറുതെ ഒരു തർക്കവാദത്തിന് എന്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. എവിടെയായിരുന്നു നമ്മുടെ സ്ഥലത്ത് MP? റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു പ്രശ്നമുണ്ട്, MP ഇതിനകത്ത് ഇടപെട്ടോ? 15 വർഷം, ഇപ്പം 16 വർഷമായി. MP ഇതിനകത്ത് ഇടപെട്ടു. ഇതിനകത്ത് ഞാൻ രാഷ്ട്രീയം കലർത്തിയതല്ല. ഇന്നലെ മുഴുവൻ ഈ മരണപ്പെട്ടു പോയ സാഹചര്യം മുതൽ, ജോയി കാണാതായ സാഹചര്യം മുതൽ, ആ നിമിഷം മുതൽ ആ ബോഡി സംസാരിക്കുന്ന ഇടപെടൽ നടത്തിയ ആളാണ് നമ്മുടെ MP. മുഖ്യമന്ത്രി മൂക്കിന് താഴെ ഉണ്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രി മൂക്കിന് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പറയാനുള്ള എനിക്ക് സഞ്ജീവ് പറഞ്ഞ ഒരു കാര്യത്തിനാണ് മേയർക്ക് എക്സ്ട്രാ പവർ ഇല്ലെങ്കിൽ, എക്സ്ട്രാ പവർ മേയർക്കില്ലെങ്കിൽ നിങ്ങളുടെ MLA, സ്ഥലത്തെ MLA, നിങ്ങളുടെ മന്ത്രിസഭ, നിങ്ങളുടെ സെക്രട്ടറിയേറ്റ്, നിങ്ങളുടെ മുഴുവൻ MLA-മാരും മുഴുവൻ ഈ പറയുന്നത് പോലെ മന്ത്രിമാരും തിരുവനന്തപുരത്തുള്ളത്, നിങ്ങളുടെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ കഴിയാത്ത എക്സ്ട്രാ പ്രിവിലേജ് ഒന്നും ഇല്ലല്ലോ. എന്തായാലും മുഖ്യമന്ത്രിക്ക് എക്സ്ട്രാ പ്രിവിലേജ് ഇല്ലേ? മുഖ്യമന്ത്രിക്ക് എക്സ്ട്രാ പ്രിവിലേജ് ഇല്ലേ? അല്ല, ഈ പറയുന്ന റെയിൽവേയുടെ 120 മീറ്ററിലേക്ക് ചുരുക്കുകയാണ്. അല്ല, ഒരു സെക്കൻഡ്, നിങ്ങൾ ഇതെല്ലാമായി റെയിൽവേയുടെ 120 മീറ്ററിലേക്ക് ഒതുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം എന്ന രീതിയിലാണ് ഇപ്പോഴും പറയുന്നത്. ആ മോഡ് ഓഫ് ഓപ്പറേഷൻ റെയിൽവേ ചെയ്തത് ഒരു ആളെ ഇറക്കുന്നതിന് പകരം എന്തുകൊണ്ട് JCB ഇറക്കാനോ ഹിറ്റാച്ചി ഇറക്കാനോ റെയിൽവേ തയ്യാറായില്ല? ഒരു സെക്കൻഡ്, സഞ്ജീവിന് പോകാൻ ധൃതിയുണ്ട്, അതുകൊണ്ടാണ് മറ്റൊരു ചർച്ച. സഞ്ജീവ് പറഞ്ഞു പൂർത്തിയായിക്കോളൂ. എന്താണ് അതിനുശേഷം അഖിൽ? ഹലോ പറഞ്ഞോളൂ. അല്ല ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഈ 117 മീറ്ററിൽ നടന്ന ഈ ഒരു സംഭവമാണെന്ന് നമ്മൾ പറയുമ്പോഴും ഈ 117 മാത്രം നമ്മൾ ശ്രദ്ധ തിരിക്കുകയും ഈ ബോഡി അവിടെ മാത്രം തപ്പുകയും ചെയ്തു. ഇന്ന് രാവിലെ വന്ന് നേവിക്കാരും ആദ്യം മാത്രമാണ് തപ്പാന്നിരുന്നത്. പക്ഷേ അതിന് തൊട്ട് താഴെ ഒരു 1 കിലോമീറ്റർ താഴെ നമ്മൾ തകരപ്പറമ്പ് പഴവങ്ങാടിയുടെ വളവിൽ വരുന്ന പ്രദേശത്താണ് ഈ മനുഷ്യന്റെ ബോഡി കണ്ടെത്താൻ പറ്റിയത്. അപ്പോ നമുക്ക് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് വിങ്, കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിങ് ആയിരുന്നാലും ഹെൽത്തിന്റെ വിങ്ങിനായിരുന്നാലും അതിനെന്താ പറയാനുള്ളത്? ഇപ്പൊ ഇവരെല്ലാരും പറയുന്ന ഒരു ടണലിനെ കുറിച്ചാണ്. ഒരു ടണൽ എന്ന് പറയുന്നത് 117 മീറ്ററിന്റെ ഒരു ടണലിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അവിടുന്ന് പവർ ഹൗസ് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഹൗസ് റോഡ് മുതൽ തകരപ്പറമ്പ് വരെ വീണ്ടും ടണലാണ്, വീണ്ടും വലിയ ടണലാണ്. ആ ടണൽ അത്രയും ഒഴുകി അപ്പുറത്ത് എത്തിയെന്ന് വരെയും ഇവിടുന്ന് ഒരു ഉദ്യോഗസ്ഥർക്ക് കൂടി അവിടെ അങ്ങനെ ബോഡി എത്തുന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു. അപ്പൊ ആ പറഞ്ഞ 500 മീറ്ററോളം വരുന്ന ടണലിനെ കുറിച്ച് എന്താണ് ഇപ്പൊ നമ്മുടെ ഈ റെയിൽവേ കുറ്റം പറയുന്ന ആൾക്കാർക്ക് പറയാനുള്ളത്? പിന്നെ റെയിൽവേ കുറ്റം ചെയ്തില്ല എന്ന് ഞാനും പറയുന്നില്ല, റെയിൽവേ കുറ്റം ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന വിസർജ്യങ്ങളോ മലമൂത്ര വിസർജ്യങ്ങളോ കലങ്ങിയ ഒരു സാധനത്തിൽ അത് മനുഷ്യനെ ഇറക്കാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതി അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ റൂളിംഗ് ആണ്. ആ റൂളിങ്ങിനെ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ ഇവിടെ ആളെ ഇറക്കി. അപ്പൊ അത് റെയിൽവേയിലെ കുറ്റം നടന്നിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഗെയിം കളിക്കുകയാണെങ്കിൽ ഈ 117 മീറ്ററിന്റെ അപ്പുറത്തുള്ള കാര്യമല്ല, ഇതിപ്പോ 1 കിലോമീറ്റർ അപ്പുറത്തല്ലേ ഈ ബോഡി കണ്ടെത്തിയത്. എന്തുകൊണ്ട് ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനോ ദുരന്ത നിവാരണ അതോറിറ്റിക്കോ മറ്റുള്ളവർക്കോ ഈ ഒരു ധാരണയില്ലാതെ ഇപ്പൊ ഈ ബോഡി അപ്പുറത്തോട്ട് വന്ന് തപ്പണമെന്നോ അപ്പുറത്തോട്ട് ഈ ബോഡി വരാൻ ചാൻസ് ഉണ്ടോ? ഇന്നലെ രാത്രി എനിക്ക് തോന്നുന്നു 12 മണിയോ 1 മണി അടുപ്പിച്ച് ഇന്നലത്തെ മഴ വന്നപ്പോഴത്തേക്ക് ഇന്നലത്തെ രക്ഷാശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ്. കാരണം മന്ത്രിമാർ വന്ന് കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു പോയതിനു ശേഷം പിന്നെ ആ പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അല്ല, ഞാൻ ഒരു ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ തുടക്കം മുതൽ പറയുന്നത് 117 മീറ്റർ റെയിൽവേ ഏരിയ, ഈ പറയുന്ന 117 മീറ്റർ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭൂപ്രകൃതിയിൽ പെടുന്ന സാധനമല്ലേ?
ഈ പറയുന്ന ഈ രാജ്യവുമായി തന്നെ ബന്ധമില്ലാത്ത ഏരിയ ആണെന്നാണ് ഈ പറയുന്ന കോർപ്പറേഷന്റെ പ്രതിനിധികൾ പറയുന്നത്. അവർക്കും അതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ടെന്നേ. ഈ പറയുന്ന ആ ഏരിയയിലേക്ക് വരുന്ന മാലിന്യം എവിടെ നിന്ന് വരുന്നു? ഈ ആമയിഴഞ്ഞ തോടുമായി ബന്ധപ്പെട്ട മാലിന്യമൊക്കെ എത്രയോ കാലമായി നമ്മൾ കാണുന്നുണ്ട്. മഞ്ജുഷ, ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എത്രയോ കാലമായിട്ട് കുറേ നാളുകളായി നടക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? ഒന്നുകിൽ ഒരു സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടം നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ആ വിഷയം ഇത് ദാരുണമായി പോയി, ഇനിയെങ്കിലും അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച നടത്തും. സർക്കാർ അതിന് വിവിധ തലങ്ങളിൽ ഘട്ടങ്ങളിൽ അത് നേതൃത്വം കൊടുക്കാമെന്ന് പറയും. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും മരം കടപുഴുകി ഏതെങ്കിലും വണ്ടിയിലേക്ക് വീണിട്ട് അവിടെ എന്തെങ്കിലും മരണം സംഭവിക്കുക, ആർക്കെങ്കിലും അപകടം സംഭവിച്ചാൽ പറയും ഈ പറയുന്ന പോലെ നാളുകളിൽ അത് പഠിച്ച് നോക്കാം, ഇനി ആ മരം വീഴാതെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആളുകളുണ്ട്, അധികാരികളുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ലിഫ്റ്റിൽ 2 ദിവസമാണ് ഒരാൾ കുടുങ്ങി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിനകത്ത് കിടന്നത്. അതിനെപ്പറ്റി ഇന്ന് ബഹുമാനായ മന്ത്രി പറഞ്ഞത് ഈ പറയുന്ന പോലെ അതിനെപ്പറ്റി ഞങ്ങൾ പഠിക്കുന്നുണ്ട്, എന്താണ് വിഷയമാണെന്ന് ഞങ്ങൾ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ അപകടം ഉണ്ടായാൽ അതിനെ പഠിക്കാമെന്ന് എടുക്കുന്ന നിലപാടിനപ്പുറം എന്ത് ആത്മാർത്ഥതയാണ് ഇവർ ഈ കാര്യത്തിൽ കണ്ടെത്തിയെന്ന് നമ്മൾ പരിശോധിക്കണം. എത്രയോ കാലമായി ആമയിഴഞ്ഞ തോടിന്റെ അവസ്ഥ ഇത് തന്നെയല്ലേ? ഈ എത്രയോ കാലമായി തിരുവനന്തപുരത്ത് നഗരപ്രദേശങ്ങളിലുള്ള മാലിന്യവുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. 2015 ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഓപ്പറേഷൻ അനന്യയുണ്ട്. എനിക്കത് വ്യക്തമായി എനിക്ക് ആധികാരികമായി തന്നെ പറയാൻ കഴിയുന്ന കാര്യം, അതുമായി ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങൾക്കെതിരെ പരാതി കൊടുത്തൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ കേസ് വരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായി തന്നെ പറയാൻ സാധിക്കുന്ന ഒന്നുണ്ട്. അന്ന് അതുമായി ബന്ധപ്പെട്ട് എത്രയോ കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മാണം നടത്തി എത്രയോ കെട്ടിടങ്ങൾ പൊളിച്ചു പണിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ കൃത്യമായ ഒരു ഓടയുടെ കർവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അന്നാണ് കുറെ ഓടകൾ കണ്ടുപിടിച്ചത്. ജിജി തോംസണും സുരേഷ് കുമാറും ഞാൻ താങ്കളിലേക്ക് വരാം. അല്ല, സഞ്ജീവിന് പോകാൻ ധൃതിയുള്ളതുണ്ട്. സഞ്ജീവ്, ഓപ്പറേഷൻ അനന്ത അത് പിന്നീട് നിലച്ചു പോവുകയാണല്ലോ ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ രീതിയിലുള്ള എന്തെങ്കിലും പോസിറ്റീവായുള്ള ഒരു അപ്രോച്ച് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? തിരുവനന്തപുരത്തെ ഈ മാലിന്യ തോടുകളെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി അങ്ങനെയൊന്നും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലല്ലോ. അല്ല, ഈ സർക്കാർ എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ ഈ 2014 ശേഷം ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പേ എന്തെങ്കിലുമൊക്കെ നേരത്തെയുള്ള ഗവൺമെന്റുകൾ എന്തെങ്കിലും ചെയ്തു വെച്ചിരുന്നോ, അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സുസ്ഥിര വികസനമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തിരുന്നോ? അതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹരിത കേരളം, നവകേരളം ഓരോ മിഷനുകളായിട്ട് മാറ്റിയായിരുന്നു. ഇപ്പൊ എല്ലാ ആൾക്കാരും പറയുന്നത് ഇപ്പൊ കരമാലിന്യത്തിൽ നിറഞ്ഞു കിടന്ന പ്രദേശമാണ് ഈ ആമയിഴഞ്ഞ തോട് എന്നുള്ളതാണല്ലോ. ഈ കരമാലിന്യങ്ങൾ സംസ്കരണം ചെയ്യാൻ വേണ്ടി തന്നെ വേൾഡ് ബാങ്കിന്റെ ഒരു ഇത് വെച്ചിട്ട് ഫണ്ടിങ് വെച്ചിട്ട് ഒരു ഏജൻസി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് മറ്റേ സോൾട്ട് വേസ്റ്റ് പ്രോജക്ട് എന്ന് പറഞ്ഞ സാധനം. ഈ പറഞ്ഞ പ്രോജക്റ്റിലും 73 കോടി രൂപയോളം, ഞാൻ ഇന്ന് ആ ഓഫീസിൽ പോയിരുന്നു. അപ്പൊ 73 കോടി രൂപയോളം കേരളത്തിലെ മൊത്തത്തിലായിട്ട് ഈ സോൾട്ട് വേസ്റ്റിന്റെ വിഷയങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്, പ്രോജക്റ്റുകൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്, ഈ പറയുന്ന പൈസകളൊക്കെ ഇങ്ങനെ വിനിയോഗിക്കുന്നു, കാര്യങ്ങൾ ഇതൊന്നും ചെയ്യുന്നതല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. എല്ലായിടത്തും ഈ എല്ലാ സ്കീമുകളും മിഷൻസും ഉണ്ടാക്കി വെച്ചല്ലാതെ ഇവിടെ ജെന്യൂനായിട്ട് ഒരു സ്ഥലത്തുമില്ല. ഇപ്പൊ ഇവിടെ ഈ പുഴ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് മാത്രം ആമയിഴഞ്ഞ തോടിന് ഒരു സ്കീം, അതേപോലെ തെറ്റിയാർ എന്ന് പറഞ്ഞാൽ തെറ്റിയാർ സംരക്ഷണ ദൗത്യം എന്നും പറഞ്ഞൊരു സംഭവം, പാർവീപത്തിനാറ്. ഈ പറയുന്ന എല്ലാം ഫയലുകൾ നമ്മൾ ഓരോ ഫയലുകളെടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഈ പറഞ്ഞതിലൊക്കെ കുറെ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. പക്ഷെ അത് പിന്നെ അട്ടിമറിക്കപ്പെട്ടു പോകുന്നുണ്ട്. ഈ അട്ടിമറികളാണ് ഇതിനകത്തെല്ലാം പ്രശ്നം. ഈ ആമയിഴഞ്ഞ തോടിന് ഈ ഓപ്പറേഷൻ അനന്ത കൃത്യമായി നടപ്പിലാക്കിയിരുന്നെങ്കിൽ തീരാവുന്ന ഒരു പ്രശ്നമുള്ളൂ. അതിലുള്ള ഉദ്യോഗസ്ഥരെ ഇപ്പം നടത്തുന്ന ഈ പറയുന്ന പരിപാടികളൊന്നും പങ്കെടുപ്പിക്കുന്നില്ലല്ലോ. അതിലൊന്ന് ജിജി തോംസൺ സാർ ഇവിടെ നാട്ടിലുണ്ട്. ഈ പറയുന്ന പുള്ളി KSRTC MD കൂടെ ആയിരുന്നു. അപ്പൊ ആ പറയുന്ന വ്യക്തി, പിന്നെ ഈ മജു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഇറിഗേഷൻ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ പറയുന്നവരൊന്നും യൂസ് ചെയ്യാതെയാണ് ഇപ്പൊ ഈ പരിപാടി നടക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തിനാ ഇങ്ങനെ ഇരുട്ടി തപ്പാതെ തന്നെ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടല്ലോ. അവരെ നമ്മൾ ഒന്ന് വിളിച്ചിരുത്തി ഇനി ഒന്ന് സമചിത്വമായിട്ട് ഈ പറയുന്ന ബ്ലെയിം ഗെയിം നിർത്തിയിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥരും ഈ ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ഇവിടുത്തെ വാർഡ് കൌൺസിലേഴ്സ് കാണും, മറ്റുള്ളവർ കാണും. ഇപ്പൊ കോർപ്പറേഷന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് എവിടെ തുറന്നായി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം സ്ലാബ് ഇട്ട് മൂടുക, മറ്റ് അങ്ങനെയുള്ള പരിപാടികളിലോട്ടാണ് പോകുന്നത്. കാരണം ഞാൻ ഇന്നലെ എന്നെ അറിയാവുന്നിടത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം 2021 വഞ്ചിയൂർ പ്രദേശത്ത്, കോടതിയുടെ പ്രദേശത്തെല്ലാം വലിയ ബാനർ ഉണ്ടായിരുന്നു.
തോട് മൂടി റോഡാക്കണം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ അവിടുത്തെ വാർഡ് കൗൺസിലറും മറ്റുള്ളവരും കോർപ്പറേഷന്റെ ആൾക്കാരും ഈ പറയുന്ന MLA-മാരും എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ പരിപാടിയാണ്. PWD ഫണ്ട് വെച്ചിട്ട് തോട് മൂടി റോഡാക്കണമെന്ന് പറഞ്ഞ ഒരു ബാനർ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കോർപ്പറേഷനിൽ ഇപ്പം ഇങ്ങനെ ഒരു ആൾക്ക് ആപത്ത് പറ്റിയപ്പോൾ മാത്രം വേറെ ആളുടെ തലയിൽ ബ്ലെയിം ചെയ്യുക. അവർക്ക് ഇപ്പോഴും സത്യം മാനുവൽ സ്കാവെഞ്ചിങ് ചെയ്ത റെയിൽവേക്കാരുടെ എതിരെ വേണമെങ്കിൽ ഇതെടുത്തോ. പക്ഷെ ആ കേസ് എടുക്കാൻ എങ്ങനെ പറ്റും? കാരണം ആ കാര്യത്തിൽ ഇതേ പരിപാടി ഇപ്പൊ റെയിൽവേ ചെയ്യുന്ന സെയിം പരിപാടിയൊക്കെ തന്നെയാണല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാണ് അജിത്, അതിനുള്ള മറുപടി. ഇപ്പം ഇതിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ മാനുവൽ സ്കാവെഞ്ചിങ് ചെയ്യുന്നതായിട്ട് ഇവിടെ ആർക്കും ഒരു അറിവില്ല. മാനുവൽ സ്കാവെഞ്ചിങ്ങിൻ്റെ ഭാഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മാനുവൽ സ്കാവെഞ്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മത്സ്യ വിസർജ്ജനം തലച്ചുമടായി കൊണ്ടുപോവുക, അല്ലെങ്കിൽ മത്സ്യ വിസർജ്യത്തിലേക്ക് ആളുകൾ ഇറക്കുക എന്നുള്ളതാണ്. എന്തായാലും നഗരസഭ ഒരു തൊഴിലാളിയെ പോലെ മനുഷ്യ വിസർജ്യത്തിലേക്ക് ഇറക്കിയിട്ടില്ല. മാത്രമല്ല നഗരസഭ എക്യുപ്മെൻറ്റുകൾ അല്ലെങ്കിൽ JCB അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ക്ലീനിങ് നടത്തുന്നത്. എൻ്റെ വാർഡിലടക്കം നഗരസഭയുടെ JCB കൊണ്ടുവന്നാണ് ഞങ്ങൾ ഓട ക്ലീൻ ചെയ്തത്. നഗരസഭ ചെയ്തു എന്നല്ല പറഞ്ഞത്. നഗരസഭയ്ക്ക് എന്തുകൊണ്ട് റെയിൽവേക്കെതിരെ അത് നടത്തിക്കൂടാന്നുള്ളതാണ്. റെയിൽവേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നടപടിയെ കുറിച്ചല്ലേ പറയേണ്ടത്. അതിന്റെ സാധ്യതയാണ് ആളെ ഇറക്കി എന്നുള്ളത്. അതല്ലേ ആ രീതിയിൽ വാർത്ത പറയണോ? അതാണ് ആ സാധ്യതയാണ്, അല്ലെങ്കിൽ ആ ഒരു വിഷയമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ ഒരു മനുഷ്യജീവൻ പൊലിയാൻ കാരണം ആ മോഡ് ഓഫ് ഓപ്പറേഷനാണ്. ഇപ്പോൾ ക്ലീനിങ് ആക്ടിവിറ്റി ഇപ്പോൾ നഗരസഭ ചെയ്യേണ്ടത് ചെയ്യാൻ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതിനെ ഞങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുന്നില്ല. ആ ക്ലീനിങ് ആക്ടിവിറ്റി തോടിന് ഇപ്പോൾ ഈ പറഞ്ഞ റെയിൽവേയുടെ 117 മീറ്ററിന് അപ്പുറവും ഇപ്പുറവും ഞങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ട ഭാഗം ഞങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കും. അത് ഇവിടെ ഞാൻ പറഞ്ഞത് ആ ഓപ്പറേഷനെ കുറിച്ചിട്ട്, ആ മോഡ് ഓഫ് ഓപ്പറേഷൻ തെറ്റായി പോയി എന്നുള്ളത് കൊണ്ടാണ്. ഇത്രയും ഡെപ്തിലുള്ള, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ സ്ക്യൂബ ഡൈവിംഗ് സംഘവുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ആ തോട്ട് ഡൈവ് ചെയ്തിട്ട് നൂർന്ന് നിൽക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കല്ല. അവിടെ ഒരു ലെയർ ഫോം ചെയ്തിരിക്കുന്നു. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ആ കോൺക്രീറ്റിനിടയിൽ ലൈക്ക് എന്താണ് ഒരു സാൻഡ്വിച്ച് പോലൊരു ലെയർ അവിടെ ഫോം ചെയ്തു. അതിനടിയിലൂടെ അണ്ടർ കറണ്ടാണ്, വെള്ളം അതിനടിയിലൂടെയാണ് ഒഴുകിപ്പോകുന്നത്. ഈ മാലിന്യങ്ങൾ നീക്കാൻ നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഈ ഇത്രയും മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കിയത് തന്നെ ഒരു ശുഭപ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ഇവിടെ റെയിൽവേ നീക്കം ചെയ്യേണ്ടതായിരുന്നില്ല. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായി? ഇപ്പൊ എൻ്റെ വീടിനകത്ത് റെയിൽവേ ബ്ലെയിം ചെയ്യുന്നത് ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വന്നത്. ഇപ്പം ഞാൻ പറയല്ലോ, നമ്മുടെ മുദ്രാവാക്യം എന്താണ്? എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഗേറ്റ് കോമ്പൗണ്ടിനകത്തുള്ള മാലിന്യത്തിന് ഉത്തരവാദിത്വം ആർക്കാണ്? എനിക്കാണ്. ഇവിടെ പരിശോധിക്കപ്പെടണം, നമ്മുടെ മാധ്യമങ്ങളടക്കം പരിശോധിക്കണം. റെയിൽവേ നമ്മൾ ഇനി ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ സംസാരിക്കുന്നത്. ഇനി ഒരു ജോയിയും കൂടെ നമുക്കിടയിൽ നിന്ന് പൊലിഞ്ഞു പോകരുത്, അല്ലെങ്കിൽ ഒരു മനുഷ്യജീവൻ ഇത്തരത്തിൽ അഴുക്ക് ചാലിലേക്ക് വലിച്ചെറിയപ്പെടുന്നൊരു സാഹചര്യം ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. മനുഷ്യജീവൻ്റേതായ വിലയുണ്ട്. അത് മനുഷ്യവിസർജ്യങ്ങൾക്കിടയിലും ഖരമാലിന്യങ്ങൾക്കിടയിലും അഴുക്ക് തോട്ടിലും ചാലിലും വീണ് നഷ്ടപ്പെടേണ്ടതല്ല. ഇത് പലതവണ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഇതാ ചെയ്യേണ്ട ആളുകൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും ബ്ലെയിം ചെയ്യുകയാണ്. അതാണ് പ്രശ്നം. തിരുവനന്തപുരം മേയർക്ക് അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അവർ എല്ലാ കാര്യത്തിലും ബ്ലെയിം ചെയ്യുകയാണ്. ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ തെറ്റുകൾ പെരുപ്പിച്ച് കാണിക്കുന്നു എന്നാണ്. ഇതൊരു കുട്ടികളെ അല്ല ഇവിടെ നടക്കുന്നത്. കുട്ടികളെയല്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ ഡോക്ടർ B. ഇക്ബാൽ, അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയാണല്ലോ, അറിയാവുന്ന കാര്യമാണ്, പൊതുജനാരോഗ്യ വിദഗ്ധനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിന് ആധികാരികത കൂടുതലാണ്. അദ്ദേഹത്തിന് പോലും ഇപ്പോൾ പറയേണ്ടി വന്നിരിക്കുകയാണ് എങ്ങോട്ടാണ് ഈ പോക്ക് എന്ന കാര്യത്തിൽ ഒരു ആശങ്ക. ഇത് പകർച്ചവ്യാധികളുടെ ഒരു വലിയ നഗരമാക്കി ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാതെ കുട്ടികളെ അല്ല, തിരുവനന്തപുരം മേയർ പദവി എന്നൊക്കെ പറയുന്ന കുട്ടികളെയല്ല. ഈ വാക്ക് തന്നെ പിൻവലിക്കേണ്ടതാണ്. കുട്ടികളി എന്നുള്ള വാക്ക് സത്യത്തിൽ BJP ഭാഷ്യമാണ്. ഇന്നത്തെ കരച്ചിലും കൂടെ, മേയറുടെ കരച്ചിലും കൂടെ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ തോന്നിപ്പോവുകയാണ്. മേയർ മനുഷ്യനാണ്. അജിത്തെ മനുഷ്യനാണെങ്കിൽ മരിച്ചത് ഒരു മനുഷ്യനാണ്. അജിത്തെ മരിച്ചത് ഒരു മനുഷ്യനാണ്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ തുടക്കത്തിൽ നേരത്തെ പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ ഓപ്പറേഷൻ അനന്തയുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ നമ്മൾ കുറെ കാലം മുമ്പ് ഒന്ന് പരിശോധിക്കുക. തിരുവനന്തപുരത്ത് പണ്ട് മാധ്യമങ്ങളെല്ലാം ഒരു മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ഓടുന്നത് തമ്പാനൂരിലേക്ക്.
എന്തിനാ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം, KSRTCയുടെ ബസ് സ്റ്റാൻഡിന്റെ പരിസരമൊക്കെ ഒന്ന് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം കിട്ടുന്ന ഒരു സ്ഥലമായി തിരുവനന്തപുരം മാറിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അത് മാറ്റം സംഭവിച്ചത്? ഈ ഓപ്പറേഷൻ അനന്ത കൊണ്ട് തന്നെയായിരുന്നു. ആ ഓപ്പറേഷൻ അനന്ത ആദ്യഘട്ടം നടപ്പാക്കി വളരെ വെടിപ്പായി തന്നെ അത് നടപ്പാക്കി ഓടകൾ ശുചീകരിക്കുകയും തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് പരിപൂർണമായി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു 80% ആ വെള്ളക്കെട്ടിൽ നിന്ന് തിരുവനന്തപുരം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭരണം മാറി, പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. അന്ന് സഖാവ് വി ശിവൻകുട്ടി മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി നിങ്ങളുടെ ആർക്കൈവ്സിൽ ഒന്ന് പരിശോധിച്ചാൽ കാണും. അദ്ദേഹം പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഓപ്പറേഷൻ അനന്ത 2ാം ഘട്ടം ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ തീർന്നു, അതൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ പുതിയ പ്രോജക്ട് വരാൻ പോവുകയാണ്. അതിനുശേഷം ഒന്ന് ചെറുവിരൽ അനക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ ഒറ്റ ചോദ്യമാണ്, ചെറുവിരൽ അനക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രതിനിധിയാണ് എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ സുഹൃത്ത് അജിത്ത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾ എത്രയോ കാലമായി നികുതി വാങ്ങുന്നുണ്ട്. ഈ നികുതി വാങ്ങുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിപൂർണമായ ഉത്തരവാദിത്തം എന്താണ്? ആ ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മഞ്ജുഷ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. എന്നെ കാണുന്ന കേരളത്തിലെ മുഴുവൻ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഈ കാണുന്ന ഓഡിയൻസിന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ വരുന്നുണ്ട് ഇപ്പോൾ എന്താ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞിട്ട് ആളുകൾ വരുന്നുണ്ട്. ആ ഹരിതകർമ്മ സേനയുടെ ആളുകൾ വരുന്നുണ്ട്, മാലിന്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മമാർ മാലിന്യം കൊടുക്കുന്നു, ചിലപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ കൊടുക്കും, അല്ലെങ്കിൽ ചാക്കിൽ കെട്ടി മാലിന്യം കൊടുക്കാറുണ്ട്. ഈ കൊടുക്കുന്ന മാലിന്യം അവർ വാങ്ങിക്കൊണ്ട് പോകുന്നുമുണ്ട്. ശരിയാണല്ലോ, അജിത്തിന് അക്കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടാകില്ല. പക്ഷേ നികുതിക്ക് പുറമെ ഈ മാലിന്യ സംസ്കരണത്തിൽ ഇത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു വീട്ടിൽ നിന്ന് 100 രൂപ വെച്ച് വാങ്ങാണ്ട് ഇവർ അഡീഷണൽ ആയിട്ട് പിരിക്കുകയാണ്. ഇല്ല എന്ന് പറയാൻ കഴിയുമോ ഇതിന്? അപ്പോൾ അങ്ങനെ 100 രൂപ അഡീഷണലായി പിരിക്കുന്നു. അത് വച്ചോട്ടെ, അത് പിരിക്കട്ടെ, അവർ ഇത് സംസ്കരണം നടത്തുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കാനാകാന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പറയാൻ കഴിയുമായിരിക്കും. ആയിക്കോട്ടെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ എൻ്റെ നാട്ടിലൊരു ഉദാഹരണം പറയാം. ഞാൻ ഇവിടെ കഴക്കൂട്ടത്തിനടുത്താണ് താമസിക്കുന്നത്. എൻ്റെ വീട് ഞാണ്ടൂർ. 100 രൂപ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല, കൊടുക്കാതെ ഈ മാലിന്യം വലിച്ചെറിയുന്ന ആളുകൾ അല്ല മഞ്ജുഷ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ പറയുന്നത്, ഈ വാങ്ങിക്കൊണ്ട് പോകുന്ന മാലിന്യം, ഇത് വാങ്ങുന്ന മാലിന്യം ഇവർ ഒരു സ്ഥലത്ത് കൊണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടാണ് അതിനെ പിന്നെ വണ്ടിയിൽ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ പൗടിക്കോണം എന്നൊരു സ്ഥലമുണ്ട്. പൗടിക്കോണം CSI പള്ളി കഴിഞ്ഞ് തൊട്ട് മേളിലായിട്ട് വളവ്, വളരെ പ്രകൃതിപരമായി നല്ല വൃത്തിയുള്ള ഒരു പ്രദേശമാണ് ഈ പൗടിക്കോണം CSI ചർച്ചിൻ്റെ ഭാഗത്തായിട്ട്. ഇതുകൊണ്ട് ഇങ്ങനെ കുമിച്ചുകൂടി ഇടുകയാണ്. അപ്പോൾ അവിടെ ഇത് കുമിച്ചുകൂടി ഒരു 2 ദിവസം അവിടെ അല്ലെങ്കിൽ 3 ദിവസം ഇത് കളക്ട് ചെയ്ത് അവിടെ കൊണ്ടിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നായ്ക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നായ്ക്കൾ ഇത് കടിച്ച് വലിച്ച് റോഡിലേക്ക് ഇടുന്നു, പക്ഷികൾ ഇത് കൊത്തി റോഡിലേക്ക് ഇടുന്നു. അവിടെ വീണ്ടും വേറൊരു മാലിന്യ കൂമ്പാരമായി മാറുന്നു. ഇതൊക്കെ എത്ര ക്രിയാത്മകമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയൊക്കെ ഈ രീതിയിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അവർ പരിസരത്തെ ഇല്ലാതാക്കുന്ന, ഒരു പ്രദേശത്തെ ഇല്ലാതാക്കുന്ന മാലിന്യ സംസ്കാരമാണ് ഇവർക്കുള്ളത്. മറ്റൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം, മനോരമയും മാതൃഭൂമിയും എല്ലാം ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു ഫ്ലെക്സ് ബോർഡ് തിരുവനന്തപുരത്തെ പേയാട് വെച്ചിട്ടുണ്ട്. ഒരു നമ്മുടെ തിരുമല പ്ലാവിള പ്രദേശത്ത് ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടു. ഇവിടെ ചവറിടുന്ന ആളുകൾക്കെതിരെ ഒരു ശബ്ദം വെച്ചിട്ട് ഒരു ഫ്ലെക്സ് ബോർഡാണ്. നമ്മൾ വാർത്തകളിലൊക്കെ വായിച്ചു, വളരെ രസകരമായൊക്കെ തോന്നിയെങ്കിലും അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രദേശത്ത് താമസിക്കുന്ന കുട്ടികളുടെ പ്രശ്നമുണ്ട്. സാംക്രമിക രോഗങ്ങൾ കൊണ്ട് ആ കുട്ടികൾ ബുദ്ധിമുട്ടുകയാണ്. മേയർക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട്, കോർപ്പറേഷൻ്റെ ഉന്നത അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവിടെ ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമാണ് പറയുന്നത്. ചവറ് ഈ പറയുന്ന പരാതി കൊടുക്കുന്ന സമയത്ത് കോർപ്പറേഷനിൽ നിന്ന് JCB വിടും, അതൊന്ന് തോണ്ടി മാറ്റിക്കൊണ്ട് പോകും. പക്ഷെ അതിനപ്പുറത്തേക്കൊന്നും ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അജിത്ത് വീട് അത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ മറ്റേ ആളുകളെ ഇറക്കി വൃത്തിയാക്കുന്നില്ല എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ JCB ഇറക്കി തോണ്ടുന്നുണ്ട്. പക്ഷേ ഇത് തോണ്ടിയിട്ട് കാര്യമില്ലല്ലോ. നാളുകളിൽ വീണ്ടും ആ ചവർ എങ്ങനെ അടിയുന്നു അവിടെ. അപ്പോൾ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് ഇവർ നടത്തുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം സക്സസ്ഫുൾ ആകുന്നു എന്ന് കൂടി പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ഇവർക്കുണ്ടെന്നേ ഇല്ലേ? അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓപ്പറേഷൻ അനന്ത വിജയകരമായി മുന്നേറി കഴിഞ്ഞ അടുത്ത സർക്കാർ വന്നപ്പോൾ വി ശിവൻകുട്ടി പറഞ്ഞ വാചകമുണ്ട്, ഓപ്പറേഷൻ അനന്ത കഴിഞ്ഞുവല്ലോ, ഇനി ഞങ്ങൾ പുതിയ പ്രോജക്റ്റാണ് കൊണ്ടുവരുന്നതെന്ന്. എന്ത് പുതിയ പ്രോജക്റ്റാണ് വന്നത്? ശരി, അപ്പോൾ ഈ ഓപ്പറേഷൻ അനന്ത പറ്റി പരാമർശിക്കുമ്പോൾ ഓപ്പറേഷൻ അനന്ത ഏത് ഘട്ടത്തിലാണ് ഈ ഉമ്മൻചാണ്ടിയിൽ നിന്ന് തുടങ്ങി ചാണ്ടി സാറിലേക്ക് എത്തി അവസാനിച്ചത്? ഓപ്പറേഷൻ അനന്ത തിരുവനന്തപുരം നഗരത്തിൽ അവസാനിപ്പിച്ച ഘട്ടം, അന്ന് ഓപ്പറേഷൻ അനന്ത ഭരണം മാറിയതല്ല, ഞാൻ പറയാം. ചില കയ്യേറ്റങ്ങൾ തൊടാൻ പോയപ്പോൾ ഞാൻ പറയാം, ഞാൻ പറഞ്ഞു വന്നപ്പോൾ അറിയാം അതിൽ അപകടം മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ഇടപെട്ടില്ല. ഞാൻ ഈ പറഞ്ഞത് ഓപ്പറേഷൻ അനന്ത ഇപ്പോൾ പറഞ്ഞില്ല, വി ശിവൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിലേക്ക് വരാം. ഓപ്പറേഷൻ അനന്ത തുടക്കവും ഒടുക്കവും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്താണ്.
ഞങ്ങളാരും അതിൽ ഇടപെട്ടിട്ടില്ല. ഓപ്പറേഷൻ അനന്തയോട് സഹകരിക്കാനോ ഓപ്പറേഷൻ അനന്തയ്ക്ക് എതിര് നിൽക്കാനോ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താനോ ഒരു CPM-കാരനും ഒരിടത്തും പോയിട്ടില്ല. ഓപ്പറേഷൻ അനന്ത എവിടെയാണ് തുടങ്ങിയത്, എവിടെയാണ് അവസാനിച്ചത്? ഓപ്പറേഷൻ അനന്ത അവസാനിക്കുന്നത്, അതായത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ മതി, ഇനി ഓപ്പറേഷൻ അനന്ത തൽക്കാലം ഇപ്പോഴത്തേക്ക് വേണ്ട, നമുക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ നമ്മൾ ഒഴുക്കിക്കളഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഓപ്പറേഷൻ അനന്ത വേണ്ട എന്ന് പറയുന്ന സ്ഥലം പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അരിസ്റ്റോ ജംഗ്ഷനും നമ്മുടെ പനവിളയും കഴിഞ്ഞ് അതിന് രണ്ടിനും ഇടയിലുള്ള മോഡൽ സ്കൂൾ ജംഗ്ഷനിൽ എത്തുമ്പോഴാണ് ഈ ഓപ്പറേഷൻ അനന്ത അവസാനിപ്പിക്കുന്നത്. ഓപ്പറേഷൻ അനന്തയുടെ അടുത്ത സെക്ഷൻ എവിടെയാണ്? അത് കടന്നു പോകുന്നത് പ്രമുഖമായിട്ടുള്ള വലിയ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ അടിയിലൂടെയാണ്, ഇല്ലേ? ആ ഘട്ടത്തിലല്ലേ ഓപ്പറേഷൻ അനന്ത ഉമ്മൻചാണ്ടി സാർ പിൻവലിച്ചത്? അല്ല, ആർക്ക് പറയാൻ കഴിയും? ഈ അപകടം മനസ്സിലാക്കിയത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ വന്ന് നമ്മുടെ ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എന്താ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ? ഈ മാധ്യമ സ്ഥാപനത്തിന്റെ അടിയിൽ കൂടെ നിങ്ങൾക്ക് പോകാമായിരുന്നല്ലോ. അപ്പൊ അതിന് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? ഈ ഓപ്പറേഷൻ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഉമ്മൻചാണ്ടി ഭയപ്പെട്ടവർ നിർത്തിയിരുന്നെങ്കിൽ ഇരട്ടച്ചങ്കുള്ള പിണറായി വിജയൻ തുടർന്നു പോകാൻ പറ്റിയിട്ടില്ല. എനിക്ക് കൃത്യമായ മറുപടി ഉണ്ട്. ആ ഓപ്പറേഷൻ അനന്ത എപ്പോഴാണ് നിന്നതെന്നുള്ള ബോധ്യമൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുണ്ട്. എന്നാണോ അവസാനിപ്പിക്കുന്നത് ഈ 2016 പല കയ്യേറ്റങ്ങളിലേക്കും ഇത് പോയപ്പോൾ തന്നെയാണ്. വി ശിവൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞങ്ങൾ പുതിയ പ്രോജക്റ്റുമായിട്ട് വരികയാണ്. ആ പ്രോജക്റ്റ് എവിടെ? അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? പുതിയ തരത്തിൽ അല്ലെങ്കിൽ പുതിയ നമ്മുടെ ഓടകളുടെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അതൊരു ഓപ്പറേഷൻ അനന്ത എന്നൊരു പേരിട്ട് മാത്രം വിളിക്കാൻ കഴിയില്ല. ഒരു 3-4 കിലോമീറ്റർ സ്ട്രെച്ചിൽ മാത്രം ഓട ക്ലീൻ ചെയ്താൽ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് മാറും. ഓപ്പറേഷൻ അനന്തയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ. ഞാൻ അതാണ് പറയുന്നത്. അങ്ങനെ 2016 മുതൽ ഒരു ക്ലീനിങ് നടന്നില്ലെങ്കിൽ ഇന്ന് തിരുവനന്തപുരം നഗരം കടലിനടി പോയത്. ആറ് ലോഡ് വേസ്റ്റ് മാറ്റിയതിനു ശേഷമാണ് ഒന്ന് അവിടെ ഇറങ്ങാൻ കഴിഞ്ഞത്. അല്ല, ആദ്യം ആ ഒരു പ്രദേശത്ത് മാത്രം ലോഡ് ഞങ്ങൾ നമ്മുടെ നഗരസഭയുടെ മേയറും ഞങ്ങൾ എല്ലാവരും കൂടെ കൊണ്ടിടുന്നതല്ല. മനസ്സിലായി? നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറുന്നതല്ല. മനസ്സിലായി? ഇവിടെ ഇതിൽ രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാമൂഹ്യ ബോധം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു സീവേജ് കണക്ഷനേക്ക് ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി സീവേജ് ലൈൻ എടുക്കുകയാണ്. ഞാൻ ഉദാഹരണം പറയുകയാണ്. ഇപ്പം എൻ്റെ ഒരു 5 ലിങ്ക്സ് വഴി ആ സീവേജ് ലൈനിലേക്ക് കൊടുക്കണം. ഇവിടെ എത്ര പേര് കൊടുക്കും? നമ്മൾ അന്ന് ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ വക്കീലിനെ കൊണ്ട് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടല്ലേ നമ്മുടെ ആളുകൾ ഇതിനകത്ത് ഇടപെടത്തുള്ളൂ. ആ പൊതുസ്ഥിതി മാറണം, പൊതുബോധം മാറേണ്ട ഈ ചാനൽ ചർച്ചയിലൂടെ അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. നമുക്ക് ഈ മാലിന്യം വലിച്ചെറിയുന്ന ഒരു സമൂഹം നമുക്കിടയിൽ വരുന്നത് ഭാവി തലമുറയ്ക്കാണ് അതുകൊണ്ടുള്ള ദോഷം. ഞാനും നിങ്ങളുമൊക്കെ ഇന്നോ നാളെയോ മരിക്കും. ഇനി ഒരുപാട് ഒട്ടനേകം നാളുകൾ ജീവിക്കാനുള്ള ഒരു വലിയ സമൂഹം നമുക്ക് പിന്നാലെ വരുന്നുണ്ട്. ആ പൊതുബോധം മാറണം. ഞാൻ ഒരിക്കലും പറയുന്നില്ല മറ്റ് സ്ഥലങ്ങളിലേക്ക് ഞാൻ അവിടെ കണ്ടൊരു കാഴ്ച പറയാം. ഈ ക്ലീനിങ് നടക്കുന്ന സമയത്ത് ബെഡ്, ഞാൻ ഈ പറയുന്ന കട്ടിൽ ഉപയോഗിക്കുന്ന ബെഡ് അടക്കം അവിടെയുണ്ട്. ചാക്ക് കണക്കിന് സാധനങ്ങൾ. ഞങ്ങൾ ഈ ഇടയ്ക്ക് നിങ്ങൾ വാർത്താ ചാനലുകളിൽ കൊടുത്തിട്ടുണ്ടാവും, ഒരു വിഷ്വൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ജെൻ റോബോട്ടിക്സിൻ്റെ റോബോട്ട് ക്യാമറ ഉപയോഗിച്ച് നമ്മൾ പരിശോധിച്ചപ്പോൾ ഒരു അനക്കം കണ്ടതുപോലെ കണ്ടു. ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ഉന്നതതല യോഗത്തിന് ശേഷം നടന്നു വരുമ്പോഴാണ് ഈ വാർത്ത അറിയാം. ഞങ്ങൾ ഓടി അവിടെ എത്തി. ഞങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ആ അനക്കം നമുക്ക് ഒരു ശുഭവാർത്തയാവും, ഒരു റിസൾട്ട് കിട്ടും. ഞങ്ങളവിടെ എത്തി. ആ മോണിറ്റർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? അതല്ല, ഒരു ചാക്കുകെട്ടാണ്. ഒരു മനുഷ്യ ശരീരം പോലെ തോന്നിക്കുന്ന തരത്തിൽ ആ ക്യാമറയിൽ തെളിച്ചമില്ലാത്ത വിഷ്വൽ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ ഓടി വന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ അവിടെ എന്താണ് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെ നേരത്തെ മറ്റൊരു സഹ പാനലിസ്റ്റ് ചോദിച്ചു, എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ്റെ അധികാരികൾക്ക് ഈ പറയുന്ന ശ്രീചിത്ര പൂർ ഹോമിന് അപ്പുറത്തേക്കുള്ള വഴി ക്ലീൻ ചെയ്ത് നോക്കാത്ത എന്താണ്, അല്ലെങ്കിൽ അവിടെ പോയി നോക്കാൻ ഒരു ഉദ്യോഗസ്ഥനും തോന്നിയില്ലല്ലോ. ഞങ്ങൾ ബോഡി അന്വേഷിച്ചല്ല നിന്നത്, ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനാണ് അവിടെ നിന്നത്. ബോഡി ഒഴുകി വരുമെന്ന് എല്ലാവർക്കും അറിയാം. ജീവൻ രക്ഷിക്കണമെങ്കിൽ പോയെടുത്ത് തപ്പണം. അതാണ് അതിൻ്റെ പോളിസി. അല്ലാതെ ബോഡി അന്വേഷിച്ച് പോകാനാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും പാടുപെടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, ഈ പറയുന്ന മാലിന്യ നീക്കം നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. എൻ്റെ മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം ഇതിനകത്തുണ്ട്. ഈ കടകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, എത്ര വ്യാപാര സ്ഥാപനങ്ങളാണ് ഞാനിപ്പം ഈ പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ മാത്രം ഒരു സവിശേഷതയല്ല.
ഈ എത്ര കടകളാണ് ഡ്രെയിനേജ് വേസ്റ്റ് അടക്കം ഈ കിച്ചൺ വേസ്റ്റ് അടക്കം ഡ്രെയിനേജിലേക്ക് ഒഴുക്കി സ്ക്വാഡുകളുണ്ട് നഗരസഭയ്ക്ക്. സ്ക്വാഡുകൾ അതിലേക്ക് വരാം. അവരൊന്നും പ്രവർത്തിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഈ ഹരിതകർമ്മ സേനയുടെ കാര്യം പറഞ്ഞത് കൃത്യമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ജനങ്ങൾ ഇപ്പോൾ നമ്മൾ ഇതിന്റെ തൊട്ടടുത്ത്, ഈ സ്റ്റുഡിയോയുടെ തൊട്ടടുത്തുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പുറകു വശത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഇത്തെ നിങ്ങളുടെ പാർട്ടിയുടെ, നിങ്ങളുടെ കൗൺസിലർമാർ ഭരിക്കുന്ന നഗരസഭ വാർഡുകളാണ്. ആ മെഡിക്കൽ കോളേജിന്റെ പുറകുവശത്ത് താമസിക്കുന്ന ആളുകൾ കൊതുകിന്റെ കൂമ്പാരത്തിന് നടുവിലാണ്. ആ പ്രദേശത്തു നിന്നും മാത്രം എത്രമാത്രം കൊതുക് പരത്തുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ടും കോളറയുമായി ബന്ധപ്പെട്ടും ഒക്കെ എന്തുമാത്രം രോഗങ്ങൾ പിടിപെട്ട ആളുകൾ അവിടെ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം നമ്മുടെ പൊതുബോധമൊക്കെ ശരിയാണ്, ജനങ്ങൾക്ക് ബോധം വരണം, പൊതുബോധം ഉണ്ടാകണം, ശക്തമായ നിയമങ്ങൾ വരണം, ഈ നിയമസഭയിൽ പുതിയ തരത്തിലുള്ള നിയമങ്ങൾ വരണം, കോർപ്പറേഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ തിരുമല പ്ലാവുള്ള കാര്യം ഞാൻ പറഞ്ഞു. ആ പ്ലാവുള്ള ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ആ ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ കഴിയും, ഞങ്ങളെ ഒരു ദിവസം JCB വിട്ട് അവിടെ നിന്ന് തോണ്ടി അതൊക്കെ കുഴിച്ചു മൂടിയിട്ട് തരാം, ബാക്കി നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറയുന്നതല്ല ശരി. അതല്ല ശരി. അവിടെ ചെയ്യേണ്ടത് പ്രോപ്പറായി CCTV ക്യാമറ സ്ഥാപിക്കാൻ കോർപ്പറേഷന് കഴിയും. ഈ പറയുന്ന പോലെ അവിടെ ചവറെറിയുന്ന ആളുകൾക്കെതിരെ കൃത്യമായ നിയമ നടപടിക്ക് മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്താണെങ്കിലും ചവറ് വലിച്ചെറിയുന്ന ആളുകളെ ഞാൻ ഒരിക്കലും റെയിൽവേ ന്യായീകരിച്ചോ. റെയിൽവേക്കാണെങ്കിലും അവരുടെ ഭാഗം വൃത്തിയാക്കാൻ ഉത്തരവാദിത്തം അവർക്കുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം വൃത്തിയാക്കാനുള്ളത്. പൊതുജനത്തിന് ആശങ്കയുണ്ട്. ഈ നമ്മുടെ തിരുവനന്തപുരത്ത് പനിയുടെ എണ്ണം നിങ്ങളുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് മാധ്യമങ്ങളിൽ വന്നതാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പനി കൂടുകയാണ്. ഏത് തരത്തിലാണ് കുട്ടികൾക്കുൾപ്പെടെ ഈ ഓരോ തരത്തിലുള്ള കൊറോണ രോഗങ്ങൾ ഉൾപ്പെടെ വരികയാണ്, പനി വർദ്ധിക്കുകയാണ്, പുതിയ വൈറസുകൾ രൂപപ്പെട്ട് വരികയാണ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ പരിഹാരമായി കാണേണ്ടത് കോർപ്പറേഷനെയാണ് കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു യുവതി വന്ന് അധികാരത്തിലിരുന്നപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആളുകളാണ്. പക്ഷേ ഇപ്പം വേദനാജനകമായി തന്നെ പറയട്ടെ, ഒരു രീതിയിലും അവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ സക്സസ്ഫുൾ ആകുന്നില്ല എന്നൊരു വലിയ പരാതി ജനങ്ങൾക്കുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ യുവതി വന്ന് അധികാരത്തിലിരിക്കുമ്പോൾ അവർ കാരണം ഈ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുതിയ തരത്തിലുള്ള ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ സഹായങ്ങൾ ഉണ്ടാകും, ഒന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയിരിക്കുക. ഞാനൊരു ചോദിക്കട്ടെ, ഈ ജോയിയുടെ അവസ്ഥ തന്നെ. നാളെ നിങ്ങളിപ്പോൾ MLA മാരും മന്ത്രിമാരൊക്കെ ഫേസ്ബുക്കിലിടും, 2 ദിവസം ആളുകളൊക്കെ അവിടെ പോയി കയറും, അമ്മയെ കാണും, ആശ്വസിപ്പിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ അമ്മ എങ്ങനെ നാളെ മുന്നോട്ട് പോകും? ആ മകൻ്റെ വരുമാനത്തിൽ നിന്ന് ജീവിച്ച് ആഹാരം കഴിച്ചിരുന്ന അമ്മയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ബോഡിയുമായി ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ ബോഡി ഒന്ന് വയ്ക്കാൻ പറ്റുന്നൊരു സൗകര്യം പോലും ആ വീട്ടിലില്ലെന്നേ. എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ? മനുഷ്യജീവന് വില വേണ്ട ഒന്ന്. ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ അവസ്ഥയാണെന്ന് ഇത്. ഈ തിരുവനന്തപുരത്തെ ആളുകൾ അനുഭവിക്കുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകളും യാതനകളും ഉണ്ട്. ഇതൊക്കെ ഒന്ന് കേൾക്കാൻ തയ്യാറാകണം. ഇല്ല, അതിന് പഴിചാറിലാണുള്ളത്. അതിനുള്ള മറുപടി കൂടുതൽ സമയവും മന്ത്രി MB രാജേഷ് ചെലവിട്ടത് അതിനുവേണ്ടി തന്നെ. ഞാൻ ഈ അജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ കൗൺസിലറായി ജയിച്ചു വന്ന ചെറുപ്പക്കാരനാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ വിരുദ്ധ പാർട്ടിയിലുള്ള ആളാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു ചെറുപ്പക്കാരൻ വരുമ്പോൾ ആളുകൾ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. നമ്മളെല്ലാം നാളെ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മളെല്ലാം കാണുന്ന ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. അതിനൊക്കെ ഇത്തരം പൊതു കാര്യങ്ങളിൽ ജനങ്ങളോട് ബോധം വേണമെന്ന് പറയുന്ന നമ്മളെല്ലാവരും തന്നെ ജനങ്ങളുടെ കാര്യത്തിലും ഒരു ചില കാര്യങ്ങളിലെങ്കിലും ഒരു പൊതുവായ തീരുമാനത്തിലെത്തി അവർക്ക് വേണ്ടി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരം മേയർ ഇത്രമാത്രം വിമർശിക്കപ്പെടുന്നത്? അജിത്ത്, താങ്കൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? VK പ്രശാന്തിനെ കുറിച്ച് ഇങ്ങനെ പറയാറില്ല ആളുകൾ? അതുപോലെയല്ല ആര്യ രാജ്യത്തിനെ കുറിച്ച് പറയുന്നത്. ഈ പറഞ്ഞത് തന്നെയാണ്, ഈ മേയറെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതിലേക്ക് വരാം. മേയറെ ടാർഗറ്റ് ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, നഗരസഭയുടെ അല്ലെങ്കിൽ നഗരസഭയുടെ ഒരു ഉത്തരവാദിത്വം നഗരസഭ നിറവേറ്റുന്നില്ല എന്നൊരു അഭിപ്രായം തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് ഉദാഹരണമാണ് ഞാൻ തിരുമല പേയാട്. ഞാൻ ആ ഉദാഹരണത്തിലേക്കാണ് വരുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ മേയർ ആര്യ രാജേന്ദ്രൻ നടത്തുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ അടുത്തിരിക്കുന്നത്. ഞാനൊരു ബൈ ഇലക്ഷനിൽ വന്നതാണ്. ആ ബൈ ഇലക്ഷൻ തിരുവനന്തപുരം നഗരസഭയിൽ മുട്ടട വാർഡിൽ നിന്ന് ഞാൻ ജയിച്ചു വരുമ്പോൾ എന്നെ ആ ഇലക്ഷൻ ജയിപ്പിക്കുന്നത് എൻ്റെ പൊക്കവും തടിയും വണ്ണവും കണ്ടിട്ടല്ല. ഈ ആര്യ രാജേന്ദ്രനും അവിടുത്തെ ഭരണസമിതി നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയും മുൻകാലത്തെ കൗൺസിലർമാർ നടത്തിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുമാണ്. അതിനുശേഷം
ഇപ്പം BJPയുടെ വാർഡായിരുന്ന നമ്മുടെ വെള്ളാർ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ, അവിടെയും ആരാണ് ജയിച്ചത്? ഇടതുപക്ഷമാണ് ജയിച്ചത്. ഞങ്ങൾക്ക് ഉത്തരവാദിത്വം കൂടുകയാണ്. ഇപ്പം ഓരോ വാർഡിലും ഞങ്ങൾ വിജയിച്ച് വരുമ്പോൾ ആ ഉത്തരവാദിത്വം ഞങ്ങൾ കൂടുകയാണ്. ഞങ്ങളത് കണ്ടില്ല എന്നടിക്കുകയല്ല, ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഒരു ദാരുണമായ സംഭവം ഇവിടെ ഉണ്ടായി. ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം എൻഡിലേക്ക് അതിൻ്റെ പരിശോധന നടത്താനും അതിന് വേണ്ടുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വില കൂടിയതിനെ മേയർ ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അതിന് പകരം അവർ പഴിചാരുകയാണ് ചെയ്യുന്നത്. അല്ല, ഇപ്പൊ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരികെ കിട്ടും. അല്ല, അങ്ങനെയല്ലോ. അത് അങ്ങനെ അതിലേക്കാണ് ഞാനിപ്പോൾ നമ്മൾ ഈ തർക്കത്തിനിടയിൽ എൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ആശങ്ക ഞാൻ ചോദിക്കുകയാണ്. ഈ ആമേഴഞ്ചൻ തോടിൻ്റെ ഒരു O&M ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ആർക്കാണുള്ളത്? നിങ്ങൾക്കറിയോ? ആർക്കാണ്? താങ്കൾ പറയും. മേജർ ഇറിഗേഷൻ അല്ലേ? എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? നിങ്ങൾ ഇന്ന് വരെ ആരെങ്കിലും മേജർ ഇറിഗേഷൻ്റെ ഒരു പ്രതിനിധിയെ അല്ലെങ്കിൽ അതിൻ്റെ ഉന്നത അധികാരി, ഞങ്ങളിത് ചോദിക്കാത്തതല്ല, ഞങ്ങൾ കഴിഞ്ഞ മാസം വിളിച്ച റിവ്യൂ മീറ്റിംഗിൽ അടക്കം വിളിച്ച് കർക്കശമായി പറഞ്ഞതാണ് നിങ്ങൾ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം, മേജർ ഇറിഗേഷൻ ആ വിഷയത്തിൽ ഇടപെടണം, അവർക്ക് ടൈം ഫ്രെയിം കൊടുത്തിരുന്നു. ഇതെല്ലാം രേഖകളല്ലേ, മിനിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇവിടെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ മാസം നടന്ന റിവ്യൂ മീറ്റിംഗിൽ റെയിൽവേയുടെ ഒരു അധികാരികൾ പോലും പ്രാഥമികമായ ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ളതാണ്. തീർച്ചയായും അതിനകത്ത് അത് നടന്നില്ല എങ്കിൽ അപ്പോൾ എന്റെ അല്ല നിങ്ങളുടെയാണ്. നമ്മൾ പറഞ്ഞത് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞു. അതിനകത്ത് ഞാൻ അതിലേക്ക് വരാം. എന്റെ പ്രിയപ്പെട്ട സഹപാനലിസ്റ്റിനെ ഞാൻ എന്റെ വാർഡിലേക്ക് ക്ഷണിക്കുകയാണ്. എന്റെ വാർഡിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ അവിടെ ഒരു തുമ്പൂർമൊഴി, ഞാൻ വാർഡ് കൗൺസിലർ ആകുമ്പോൾ ഒരു ഉപയോഗശൂന്യമായ തുമ്പൂർമൊഴി പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ മേയറുമായും ആരോഗ്യ കമ്മിറ്റി ചെയർപേഴ്സണുമായി സംസാരിച്ചു. എനിക്ക് ആ പ്ലാന്റ് റിനോവേറ്റ് തന്നതിന് ശേഷം ആ പ്ലാന്റിൽ ഞങ്ങൾ എറോബിക് കമ്പോസ്റ്റ് പ്ലാന്റാണ്, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വളം ഞങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കുകയാണ്. അവിടെ കൃഷി ചെയ്യുന്നത്, എൻ്റെ വാർഡിൽ കൃഷി ചെയ്യുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. മനസ്സിലായി? നേരത്തെ നമ്മൾ ഒരു 100 രൂപ യൂസർ ഫീക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. 100 രൂപ യൂസർ ഫീ ആണ്, അത് നികുതിയല്ല. അവിടെ ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആർക്കും തർക്കമുണ്ടെന്ന് അടിസ്ഥാനപരമായി ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ശുചീകരണ തൊഴിലാളികളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും നമ്മളൊരു വാക്ക് കൊണ്ടുപോലും അവരെ വേദനിപ്പിക്കരുത്, അവരെ കണ്ടില്ല എന്നടിക്കരുത്. ഒരു ദിവസം തിരുവനന്തപുരം നഗരത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രവർത്തിക്കാതിരുന്നാൽ എന്തായിരിക്കും? അവരെ ഒരിക്കലും നമ്മൾ അപമാനിക്കരുത്, അവരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് നിർത്തണം. അവർ ചെയ്യുന്ന പ്രവർത്തികളെ നമ്മൾ ഒരു കാരണവശാലും ഇകഴ്ത്തി കാട്ടരുത്. ഞാൻ എന്റെ വാർഡിലേക്ക് എന്റെ സഹപാഠിനിസ്റ്റ് ഞങ്ങളുടെ വാർഡിൽ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഹരിതകർമ്മസേനയെ ഒരിക്കലും ഇകഴ്ത്തി കാട്ടുകയല്ല ചെയ്ത്. മാത്രമല്ല ഒരു 100 രൂപ യൂസേജ് ഫീസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാലിന്യം വലിച്ചെറിയുന്നവരാണ് കുറ്റക്കാർ. ഞാൻ പറയുന്ന വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് പോരുത്. അജിത്ത് മനസ്സിലാക്കേണ്ട, ഞാൻ പറഞ്ഞത് 100 രൂപ യൂസർ ഫീസ് കൊടുക്കുന്നതിനെ കുറ്റപ്പെടുത്തിയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് ആ 100 രൂപ യൂസർ ഫീസ് കൊടുക്കുമ്പോൾ പോലും അത് പ്രോപ്പറായി ഈ മാലിന്യ സംസ്കരണം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ ഒരിടത്തുനിന്ന് കളക്ട് ചെയ്തത് മറ്റൊരിടത്ത് കൊണ്ട് വച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന പ്രയാസമുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ കംപ്ലീറ്റ് പ്ലീസ്, ഞാൻ അങ്ങനെ ഇടപെട്ടപ്പോൾ ഞാൻ സംസാരിച്ചില്ല. ഞാൻ പറയുന്നത് അത്തരം ആശങ്കകൾ ജനങ്ങൾക്കുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ആ റെയിൽവേയും കുറ്റക്കാരാണ്, ഞങ്ങൾ റെയിൽവേ ന്യായീകരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ അജിത്ത് പറഞ്ഞു, അജിത്തിന്റെ ഏരിയയിൽ നടക്കുന്ന വികസന പ്രവർത്തനവും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അജിത്തിന്റെ ഇടപെടൽ, അതേ ഉത്തരവാദിത്തം ഇതേ തമ്പാനൂരുള്ള കൗൺസിലറുണ്ട്, ഇതിന്റെ ആ പ്രദേശത്ത് വരുന്ന കൗൺസിലർമാർക്കുണ്ട്, ഇല്ലേ മഞ്ജുഷേ? ഈ പറയുന്ന അജിത്ത് ആ പ്രദേശത്ത് വൃത്തിയാക്കാൻ എടുക്കുന്ന, അജിത്തിന്റെ വാർഡിൽ വൃത്തിയാക്കാൻ എടുക്കുന്ന അതേ എഫേർട്ട് ഈ ആമയിഞ്ചൻ തോടിന്റെ ഭാഗം വരുന്ന അവിടുത്തെ കൗൺസിലർമാർക്കും ഉണ്ട്, അത് ബന്ധപ്പെട്ടിരിക്കുന്ന കോർപ്പറേഷൻ അധികാരികൾക്കുമുണ്ട്. അപ്പോൾ അത്തരം അധികാരികൾക്കും ഇതിന്റെ കാര്യത്തിൽ ഇടപെടണമെന്നേ ഞാൻ പറഞ്ഞു വന്നത്. ഈ നമ്മൾ ഈ നിലവാരത്തിലേക്കൊക്കെ പോകുമ്പോൾ, ഈ ചർച്ചയിലേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ സാംക്രമിക രോഗങ്ങളുടെ വളർച്ചയുണ്ട്. ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകുവാൻ എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്ക് കഴിയുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മേയറെ ആരും ടാർഗറ്റ് ചെയ്യുന്നതല്ല, അത് മേയറും കൂടെ പറയുന്നുണ്ട് ടാർഗറ്റ് ചെയ്യുന്നു. പക്ഷേ ഇത്തരം പ്രവൃത്തികൾ വരുമ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ധാർമ്മികമായ ഉത്തരവാദിത്വം മേയർക്കുള്ളത് തന്നെയാണ്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: ജോയിയുടെ മരണം ഉത്തരവാദി തിരുവനന്തപുരം കോർപ്പറേഷനോ? അതെ എന്ന് 87% പ്രേക്ഷകർ, അല്ല എന്ന് 9%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.